യെസ്, നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷം? സുഖാണെന്ന് വിചാരിക്കുന്നു. Okay. Thank you so much for joining with me. And today we are going to talk about different topic. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ സംസാരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അതിനു മുൻപ് നമ്മളുടെ ഇതുവരെയുള്ള നമ്മളുടെ ഡിസ്കഷൻസിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ചില ലേണിങ്സുകൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. നമ്മളുടെ ഇതുവരെ വന്നിരിക്കുന്ന സംഗതികളിൽ ചില നമുക്ക് ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ലേണിങ്സിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യും. സോ എന്തെങ്കിലും നിങ്ങൾക്ക് പുതുതായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ ഈ ഒരാഴ്ച? ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ നമ്മൾ ഇരുന്ന സമയത്ത് ഏറ്റവും ന്യൂ ആയിട്ട് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്താണ്? ഓക്കെ, എവ്രി ഡേ നമ്മൾ ഇരിക്കുന്നുണ്ട്. ഈ എവ്രി ഡേ ഇരിക്കുന്നതിലൂടെ നമ്മൾ പുതുതായിട്ട് ലേൺ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ? What is the situation? Just let me know your thoughts. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. What was the last ഈ ഒരു ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലേണിംഗ് എന്തായിരുന്നു ഈ ആഴ്ചയിൽ പങ്കെടുത്തത്? കഴിഞ്ഞ ദിവസമല്ല, ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലേണിംഗ് നമുക്കൊന്ന് ഡിസ്കഷനിലേക്ക് പോകാം. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച് മൈമുനത്ത് മാം, മറിയം, ഗീത, വിനോദ്, ഗീത, okay, Geeta, I don't know, Geeta, Vinod aanu thonunu. Okay, and then Aizel, Ehan, Aizel, Najish, Sharad Kumar, Nusrat, everybody please come in video lu veriga. Thank you so much. Please be here in video. It gives me an inspiration. നിങ്ങൾ എന്ന് വെച്ചാൽ ഇങ്ങനെ നൽകുന്നതിലൂടെ, വീഡിയോയിലൂടെ വരുന്നതിലൂടെ ഒരു ഇൻസ്പിറേഷൻ. അപ്പൊ ഇന്നത്തെ സംഗതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നമുക്ക് ചോദിക്കാം. താങ്ക്സ് സർ. ഇസ്മായിൽ എനിക്ക് മെസ്സേജ് അയക്കുന്ന ഇസ്മായിൽ സാർ ആണോ അത്? ഓക്കെ, ആണോ? ഒന്ന് അറിയിക്കൂ. യെസ്, ആർ യു ദ വൺ? ജസ്റ്റ് ലെറ്റ് മീ നോ. ഓക്കെ, എനിക്ക് ഓൾമോസ്റ്റ് ഓക്കെ നോ. അദ്ദേഹമല്ല. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. പ്ലീസ് മ്യൂട്ട്. ഓക്കെ, ജീഷ്, ഓക്കെ, ചോദിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആ അൺമ്യൂട്ട് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഷെയർ ചെയ്യാം. ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ ലേണിങ്സ് എന്താണ്? ഷെയർ വിത്ത് മീ. എന്താണ് നമ്മളുടെ പ്രധാനപ്പെട്ട ലേണിങ്സ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് ഓൾ. ഞാനിപ്പോ 3 ദിവസമായിട്ടേ ഉള്ളൂ ജോയിൻ ചെയ്ത് മെഡിറ്റേഷനിൽ പങ്കെടുക്കുന്നത്. ഒത്തിരി മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എങ്കിൽ സാറിൻ്റെ ഒരു പ്രത്യേകത ഒരു മെഡിറ്റേഷൻ തന്നെയാണ്. ഒരുപാട് ഈ 3 ദിവസം കൊണ്ട് ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഇന്ന് എനിക്ക് ഇപ്പോൾ എൻ്റെ ജോലി സംബന്ധമായിട്ട് കിട്ടിയൊരു മെഡിറ്റേഷനാണ്. എനിക്ക് ശരിക്ക് ഞാൻ വളരെ ഹാപ്പി ആയി. കാരണം ഇന്ന് പുതിയൊരു വർക്ക് ഞാൻ എടുക്കുകയാണ്. ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡാണ്. കാലിക്കറ്റാണ് എൻ്റെ വീട്. അപ്പോൾ പുതിയ കൺസ്ട്രക്ഷൻ വർക്കിലേക്ക് ഇന്നൊരു പുതിയ ജോലി ചെയ്യുമ്പോൾ അപ്പൊ അത് വേറെ ആളെ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ വേറെ ആൾക്ക് ഞാൻ ജോലി കൊടുത്തില്ല. അപ്പം ഇപ്പോൾ തിരക്ക് കാണാൻ ഇതുവരെ എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു 3 ദിവസം കൊണ്ട് 2 ജോലി എനിക്ക് പോയി. പക്ഷെ എനിക്ക് 3 ജോലി എനിക്ക് കിട്ടി, പുതിയ ജോലി. അപ്പൊ ആ 3 ജോലിയിലേക്ക് എന്നും എനിക്ക് എല്ലാം ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് വിശ്വാസമുള്ള ആളെ ഏൽപ്പിച്ച് പുതിയ വർക്കുകൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിശ്ലേഷണം ചെയ്തുകൊണ്ട് കാര്യങ്ങളൊക്കെ എനിക്ക് പുതിയ ഈ 3 ദിവസം കൊണ്ട് കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. താങ്ക്സ്. അപ്പം എല്ലാവർക്കും എൻ്റെ നന്ദി, സാറിൻ്റെ പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ സാറ് എന്നോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ ഒത്തിരി ഫിയർ എൻ്റെ കൂടപ്പുറപ്പായി നടന്നൊരു വ്യക്തി. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒരാൾക്കാർ കൂടുന്ന സ്ഥലത്ത് പോലും എനിക്ക് പോകാൻ പറ്റാത്തൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ കുറച്ച് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് യോഗയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി. പക്ഷെ അത് ഫിയർ പൂർണ്ണമായിട്ട് എനിക്ക് പോകണമെങ്കിൽ സാറിന് എന്തെങ്കിലും എനിക്ക് പറഞ്ഞുതരാൻ പറ്റുകയാണെങ്കിൽ പ്ലീസ്. താങ്ക് യു സാർ.
താങ്ക് യു സോ മച്ച്. എന്തായാലും വളരെയധികം സന്തോഷം. ഈ പറഞ്ഞിരിക്കുന്ന ആ, നമ്മളുടെ നിങ്ങളിപ്പോ ഈ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ റിസൾട്ട് സംഗതികൾ പല സൈഡിലും മെഡിറ്റേഷനിലൂടെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ നിലവിൽ എന്തായിരുന്നു പ്രോബ്ലം? എന്തായിരുന്നു ഇവിടെ എക്സാക്ട്ലി? പേടിയുണ്ടായിരുന്നു എന്ത് ചെയ്യുമ്പോഴുണ്ടാകും. എന്താണ് പേടിയോട് കൂടിയാണ് എല്ലാം ചെയ്യുന്നത്. എന്ത് പേടിയാണ്? അതായത് അത് അധികവും എനിക്ക് ഉണ്ടായത് ഒരു പേടി എന്ന് പറഞ്ഞാൽ നമ്മൾ മരണ വീട്ടിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെയുള്ള പേടിയായിരുന്നു. പക്ഷെ ഒത്തിരി മാറ്റങ്ങളുണ്ട്. പക്ഷെ അത് ക്ലിയർ ആവുന്നില്ല ഓക്കെ. പൂർണ്ണമായിട്ട്. സോ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇസ്മായിൽ, ഇതിലൊരു പ്രധാനപ്പെട്ട സംഗതി, എനിക്കിവിടെ നല്ല കനത്ത മഴ വരുന്നുണ്ട്. അപ്പം മഴയുള്ളത് കൊണ്ട് എനിക്ക് കേൾക്കുന്നില്ല. അതാണ് ഞാൻ ഇങ്ങനെ കുറച്ച് പ്രയാസപ്പെട്ടത്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ പേടി ഒരു വലിയൊരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. പേടി എന്നുള്ള സംഗതി, അതിന്റെ റീസൺ ചെറുപ്പത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള നിങ്ങൾക്കുണ്ടായിട്ടുള്ള ട്രോമകളാവാം. ഓക്കെ. അപ്പൊ ആ ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുള്ള ട്രോമാസ് നിങ്ങൾ ഫ്രീസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ പോയിട്ടുണ്ടാകാം. അതായത് ഒരു ട്രോമ അനുഭവിക്കുന്ന സമയത്ത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഓർ ഫ്രീസ്, അതേപോലെ ഫോൺ എന്ന് പറയുന്ന അവസ്ഥയിലൂടെ കടന്നു പോകും. ഇതിൽ ഏതാണെന്നുണ്ടെങ്കിലും ചാലഞ്ചിങ് ആണ്. അപ്പൊ പലപ്പോഴും എന്ന് വെച്ചാൽ ഫ്രീസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാകാം. നിങ്ങൾക്ക് വല്ലാണ്ട് ഷോക്കായി പോകും. അപ്പൊ നിങ്ങളുടെ ബോഡിയിൽ എന്താ വെച്ചാൽ സെല്ലുലാർ മെമ്മറിയിൽ അത് രജിസ്റ്റർ ചെയ്ത് കിടക്കണം. ഏത് ഈ പറഞ്ഞിരിക്കുന്ന ട്രോമ എന്ന് പറയുന്നത്. ആ ഒരു സംഗതി ട്രിഗർ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇപ്പോഴും പേടി വരുന്നത്. മനസ്സിലാകണ്ടോ? അപ്പൊ നിങ്ങളുടെ ബോഡി കോൺസ്റ്റന്റ്ലി ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്ന മോഡിലുള്ളത്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പേടിയിലാണുള്ളത്. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിൽ അല്ലെങ്കിൽ സെല്ലുലാർ മെമ്മറിയിൽ അത് രജിസ്റ്റേർഡ് ആയി കിടക്കുന്ന സാധനമാണ്. അത് ഹീലിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് റിമൂവ് ചെയ്ത്, തെറാപ്പി ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കുമായിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? രക്ഷപ്പെടാൻ പറ്റും. നിങ്ങൾ ഉപയോഗിച്ച മെത്തേഡ്, ഇതിന് മുൻപ് ഉപയോഗിച്ച മെത്തേഡ് മെഡിറ്റേഷൻസ് ആണ്. അപ്പൊ ഈ മെഡിറ്റേഷൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കതിങ്ങനെ മുകളിലൂടെ ഇങ്ങനെ പോകുള്ളൂ. അത് ആഴത്തിൽ ഇറങ്ങി ചെന്ന് വേരോടെ വെട്ടിക്കളയാൻ പറ്റുന്ന ഒരു സംഗതി അല്ല. ഏത് നമ്മൾ ഈ മെഡിറ്റേഷൻ അല്ലാത്ത സംഗതി, മനസ്സിലാകുന്നു? അപ്പൊ അങ്ങനെയുള്ള ഒരു സംഗതി നമുക്കിതിൽ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന മെഡിറ്റേഷൻസ് എന്ന് വെച്ചാൽ നമുക്ക് പതിയെ പതിയെ സമയമെടുത്ത് ഇങ്ങനെ ഹീൽ ചെയ്ത് പോകുന്നതാണ്. അപ്പൊ അത് എത്ര പോയാലും അതിനെ വേരോടെ എടുത്ത് കളയുന്നതിൽ അതിനൊരു പരിധിയുണ്ട്. മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകും, ഇല്ല എന്നല്ല. പക്ഷെ അതിന്റെ റൂട്ട് കോസ് കണ്ടെത്തി കറക്റ്റ് ആയിട്ട്. അപ്പൊ മെഡിറ്റേഷൻ വേണം നമുക്ക്. ചില കേസിൽ സോമാറ്റിക് ഡാൻസസ് വേണം. ചില കേസിൽ എന്താ വെച്ചാൽ ആൾട്ടർനേറ്റീവ് തെറാപ്പീസ് വേണം. EFT എന്താ പറയുക, അതിന്റെ മിക്സ് വേണം. അത് അത്രത്തിലുള്ള ഡീപ്പ്. അപ്പൊ നമ്മൾ EFT നമ്മളുടെ ഒരു കോഴ്സ് ഉണ്ട്, 20-ാം തീയതി നടക്കണം. കോഴ്സിലേക്ക് നിങ്ങളൊന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 30 days പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് 10 days ലൈവായിട്ടുള്ള കോച്ചിങ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് EFT ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന്റെ റൂട്ട് കോസ് കണ്ടെത്തി നിങ്ങൾക്കത് ഹീൽ ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ. അപ്പൊ ആ പ്രോഗ്രാം 20-ാം തീയതി നടക്കുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്താ വെച്ചാൽ നമ്മുടെ ഒരു മെസ്സേജ് ഇവിടെ ഇടാറുണ്ട്. ടീം അതൊന്ന് പോസ്റ്റ് ചെയ്യാമോ? അതിന്റെ കോൺടാക്ട് നമ്പർ സംഗതികളൊക്കെ എന്ന് വെച്ചാൽ അത് നോട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതൊന്ന് കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്യാൻ പറ്റും. EFT എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ട്രോമാസിൽ ഉണ്ടായിട്ടുള്ള സംഗതികൾ ക്ലിയർ ചെയ്യുന്ന മെത്തേഡാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങളെന്ന് വെച്ചാൽ അതിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരുടെ ഫീഡ്ബാക്സുകളായിക്കോട്ടെ, സംഗതികളായിക്കോട്ടെ, ജസ്റ്റ് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് കാണിക്കുക. എനിക്കിവിടെ കാണിക്കാൻ പറ്റുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കുക. നമ്മുടെ കഴിഞ്ഞ പ്രോഗ്രാമിന്റെ വീഡിയോ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് പ്രോഗ്രാം വരുന്നത് എന്ന് വെച്ചാൽ ഇതാണ്. 20-ാം തീയതിയാണ് പ്രോഗ്രാം വരുന്നത്. ജസ്റ്റ് കാണിക്കാം. ഇതാണ് പ്രോഗ്രാം.
പോസ്റ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നു. എനിക്ക് വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എന്താ വെച്ചാൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ്ലി ഇതൊരു ലൈഫ് മാസ്റ്ററി പ്രോഗ്രാമാണ്. ഹീൽ യുവർ ലൈഫ് എന്ന് പറഞ്ഞിട്ട്, മനസ്സിലായോ? നമ്മളുടെ ലൈഫ് ഹീൽ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഓൺലൈനാണ്. ഇത് കംപ്ലീറ്റ്ലി ഓൺലൈനാണ്. 30 days നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ്. അപ്പൊ അതില് നിങ്ങളുടെ ഹെൽത്ത് ബ്ലോക്സ്, വെൽത്ത് ബ്ലോക്സ് ഹീൽ ചെയ്യാം, റിലേഷൻഷിപ്പ് ബ്ലോക്ക് ഹീൽ ചെയ്യും, നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ട്രോമ ഹീൽ ചെയ്യും, നിങ്ങളുടെ ഒരു ഐഡിയൽ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് സംഗതികൾ ഉണ്ടാകും. അഡിക്ഷൻസ് സംഗതികൾ ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പഠിപ്പിക്കും. അതേപോലെ തന്നെ നമുക്ക് അബണ്ടൻസും പ്രോസ്പെരിറ്റിയും എപ്പോഴും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നമ്മളിലേക്ക് വരാൻ വേണ്ടിയുള്ള സംഗതികൾ. പിന്നെ നമുക്ക് കരിയറിലോ ബിസിനസ്സിലോ എന്തെങ്കിലും സക്സസ് ബ്ലോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഗതികൾ. അതായത് ടോട്ടലി നമ്മളുടെ ട്രോമാസ് ഹീൽ ചെയ്ത് നമുക്ക് 3 തരത്തിലുള്ള സംഗതികളാണ് വേണ്ടത് നമ്മുടെ ലൈഫ് ഒന്ന് റീബിൽഡ് ചെയ്യണമെന്നുണ്ട്. ഒന്ന് വേണ്ടത് നമ്മൾ എന്തിലാണോ സ്റ്റക്കായി കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഫിയറിൽ സ്റ്റക്കായി കിടക്കുക അല്ലെ? അപ്പൊ ഈ ഫിയറിൽ നിന്ന് സ്റ്റക്കായി കിടക്കുന്ന ഫിയർ അത് ട്രോമയാണ്. അപ്പൊ ട്രോമാറ്റിക് ഇവന്റ്സിലാണ് നമ്മൾ സ്റ്റക്കായി കിടക്കുന്നത്. അപ്പൊ ആ ട്രോമാറ്റിക് ഇവന്റ്സിനെ നമ്മൾ ഹീൽ ചെയ്യുന്നു. അതായത് നിങ്ങളുടെ മൈൻഡിനെ അതിൽ നിന്ന് ഫ്രീ ആക്കുന്നു. ആ ഫ്രീ ആക്കിയിട്ടുള്ള മൈൻഡിനാണ് എന്തുണ്ടാവുള്ളൂ? ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്യുള്ളൂ, നല്ല രീതിയിലുള്ള പൊട്ടൻഷ്യൽ പുറത്തു വരുള്ളൂ, നല്ല രീതിയിലുള്ള അനലിറ്റിക്കൽ തിങ്കിങ്, നല്ല രീതിയിലുള്ള ക്രിയേറ്റീവ് സ്കില്ല്, നല്ല രീതിയിലുള്ള വിൽ പവർ, കൺസിസ്റ്റൻസി, സെൽഫ് ഡിസിപ്ലിൻ, അതേപോലെ തന്നെ ഒബ്സർവേഷൻ സ്കില്ല്, അനലിറ്റിക്കൽ സ്കില്ല്, മോട്ടിവേഷൻ, വിൽ പവർ, ഇതൊക്കെ അതിൽ നിന്ന് ഡെവലപ്പ് ആകുന്നു. ഇതൊക്കെ നമുക്ക് എന്തിനാവശ്യമാണ്? പോസിറ്റീവ് തിങ്കിങ് വിജയിക്കാൻ, വളരാൻ ആവശ്യമാണ്. നമ്മൾ ലക്ഷ്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടാൻ ആവശ്യമാണ്. ഇതെല്ലാം പുറത്തു വരാൻ തുടങ്ങും നമ്മൾ ഈ ഹീലിംഗ് നടത്തും. ഹീലിംഗ് നടന്നു കഴിഞ്ഞാൽ ഇതെല്ലാം പുറത്തു വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഐഡിയൽ ലൈഫ് ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള പൊട്ടൻഷ്യൽ മുഴുവൻ പുറത്തു വരും. അത് പുറത്തു വരുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യാം? അത് ബേസ് ചെയ്തിട്ട് നമ്മൾ അടുത്ത ഒരു ഐഡിയൽ ഫ്യൂച്ചർ ഗോളൊക്കെ സെറ്റ് ചെയ്യും. അതാണ് മൈൻഡ് ആദ്യം ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നു, മൈൻഡ് ആദ്യം ഒന്ന് ക്ലിയർ ചെയ്യും, എന്നിട്ട് ആ പൊട്ടൻഷ്യലൊക്കെ പുറത്തു വരുന്ന ഒരു അവസ്ഥയിലേക്ക് ആക്കിയിട്ട് എത്തിച്ചതിന് ശേഷം നേരെ അതിലേക്ക് ഗോള് കൊടുക്കും. ഈ ഗോള് കൊടുത്തിട്ട് ഈ ഗോള് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബ്യൂട്ടിഫുൾ ഫ്യൂച്ചർ ഡിസൈൻ ചെയ്യും. ഒരു സ്ട്രാറ്റജിക്കലി ഇത് എങ്ങനെ അച്ചീവ് ചെയ്യാം, ഈ ഗോൾ അച്ചീവ് ചെയ്യാം എന്നുള്ളത് സ്ട്രാറ്റജിക് പ്ലാനിങ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ നടക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാമിലേക്ക് വരാം. പ്രോഗ്രാമിലേക്ക് വന്നിട്ട് 10 days ഓൺലൈനിൽ ക്ലാസ് ഉണ്ടാകും. പുറമെ 30 days, ടോട്ടലി 30 days. ഈ ഒരു 10 days അടക്കമുള്ള 30 days എന്താ വെച്ചാൽ പേഴ്സണൽ മെന്റർ നൽകിയിട്ട് ഹീലിംഗ് ചെയ്യും. ഇങ്ങനെ ഒരു തെറാപ്പി ബേസ് നിങ്ങൾ പോകുമ്പോൾ നോ ഡൗട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല റിസൾട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലൂടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ദാറ്റ് ഇസ് അതിന്റെ ഒരു ബെനിഫിറ്റ് അതാണ്. അപ്പം ഇത് എന്നേക്കുമായിട്ട് ഹീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് ഹീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രോമ റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് അത് ഹീൽ ചെയ്യണം കേട്ടോ. ശരി, ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ്, എനി ക്വസ്റ്റ്യൻസ്? ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? പ്ലീസ്. കാരണം ഇന്നത്തെ ഒരു ഡിസ്കഷൻ നമ്മൾ കൂടുതലും ഇന്ററാക്റ്റീവ് ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇന്ററാക്റ്റീവ് ആയിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നു. നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ചോദിച്ചോളൂ. ആസ്ക് മീ എനി ക്വസ്റ്റ്യൻസ്, റൈറ്റ് ആൻസർ. ഹലോ സർ. യെസ്, ചോദിച്ചോളൂ. ഗുഡ് മോർണിംഗ്. സുവൈനയുടെ നല്ല ഓർമ്മയുണ്ട്. പറഞ്ഞോളൂ. പിന്നെ സാറിന്റെ ക്ലാസ്സിൽ ശരിക്കും 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ അറ്റൻഡ് ചെയ്യിക്കുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ് അറ്റൻഡ് ചെയ്യിക്കാത്തത്? അവർക്ക് ഒരു 10 വയസ്സായ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവാത്തതുകൊണ്ടാണോ, അതോ അവരത് ചെയ്യുമ്പോ ഇപ്പൊ EFT പോലെയുള്ള ക്ലാസ്സിൽ ചെയ്യുമ്പോ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നത് കൊണ്ടാണോ അത് അറ്റൻഡ് മെയിനായിട്ട് ചെയ്യാത്തത് എന്താ വെച്ചാൽ അവർക്കിത് മനസ്സിലാവില്ല. അവര് അത്തരത്തിലുള്ള ഒരു ക്ലാസ്സിലേക്ക് അവർ ഇരുന്നിട്ട് അവർക്കിത് 12 വയസ്സാണ് നമ്മൾ പറയാറുള്ളത്. അവർക്കൊരു 12 വയസ്സിന് മുകളിലുള്ളവർക്ക് അവർക്ക് ഇരിക്കാം. പിന്നെ ലൈവായിട്ടുള്ള ഈ 12 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം? കുട്ടികൾക്ക് ഇരിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഓഫ്ലൈൻ പ്രോഗ്രാമിലേക്കൊക്കെ അവർക്ക് വരാം. പിന്നെ ഓൺലൈൻ പ്രോഗ്രാം എന്ന് വെച്ചാൽ അവരുടെ ഒരു ലേണിംഗ് രീതി ഓൺലൈനിലൊന്നും അവർക്ക് അത് അത്ര അപ്ലിക്കബിൾ അല്ല. നമ്മളുടെ ആ ഒരു ലേണിംഗ് രീതി അല്ല. മനസ്സിലായോ? EFT ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല.
ആ അതല്ല, നമുക്കിപ്പോ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചും കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചൊക്കെ അവർക്ക് ഇപ്പൊ നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പൊ അതായത് ഇപ്പൊ എനിക്ക് എന്റെ 10 വയസ്സായ മോളാണ്. അപ്പൊ അവൾക്ക് അതിനെ കുറിച്ച് ഉള്ള കാര്യങ്ങളെ കുറിച്ച് അവൾക്ക് വിശദീകരിച്ച് കൊടുത്തു കഴിഞ്ഞാല് മനസ്സിലാക്കാൻ കഴിയാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ, അത് ആക്സെപ്റ്റ് ചെയ്യാനൊക്കെ കഴിയില്ലേ? അത് നമ്മളെ സംബന്ധിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ മൊത്തത്തില് നമ്മള് ജനറലി എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ആയിരിക്കില്ല. മനസ്സിലാവുന്നുണ്ടാവും അതിന്റെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷേ അല്ല, വിഷയങ്ങൾ പറ്റുമോ എന്ന് വരുമ്പോൾ ചോദിക്കാൻ ഞാൻ മനസ്സിലാവില്ല. സാറടുത്ത്. കാരണം രണ്ടാമത്തെ കാര്യം അവർക്ക് എത്ര വയസ്സാ? 10 വയസ്സോ കുട്ടിക്ക്? 10 വയസ്സാണ്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കാൻ കഴിയോ, അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയോ എന്ന് ചോദിക്കുകയാണ് ഞാൻ സാറിന്റെ അടുത്ത്. അതെ, അവർക്ക് പലതും കോംപ്രഹെൻഡ് ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങളൊക്കെ വലിയ വിഷയങ്ങളാണ്, അല്ലെ? ഒരു അഡൽട്ടിനുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ അവർക്ക് ഈ ഏരിയയിലൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ പിടിച്ചിട്ട് എന്ത് വെച്ചാൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ വിഷയങ്ങൾ നിങ്ങൾ കുട്ടികൾക്ക്, അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ വിഷയങ്ങളോ ഫോർത്ത് സ്റ്റാൻഡേർഡിലെ വിഷയങ്ങളൊക്കെ നിങ്ങളോട് ഇപ്പൊ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുമോ? 10 ദിവസം നിങ്ങൾ ആ ക്ലാസ്സിൽ ഇരിക്കണ്ടേ ബുദ്ധിമുട്ടിയിട്ട്? അല്ല, പൊതുവേ അല്ല, ഞാൻ ഇപ്പം മകളടുത്ത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ അവള് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അല്ല, അത് കേട്ടിരുന്നത്. നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയാണ്. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അത് അവർക്ക് മനസ്സിലാവില്ല. മനസ്സിലായോ? അല്ലാതെ ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു എന്നല്ല, അവർക്ക് കുഴപ്പമില്ല, മനസ്സിലാക്കാം. ഒരു കുഴപ്പമില്ല. യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, താങ്ക് യു സർ. നോ ഇഷ്യൂ, നോ ഇഷ്യൂ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ കോഴ്സിലേക്ക് ഉൾപ്പെടുത്തി. നിങ്ങൾ ചോദ്യം അവസാനം വേറെ ചോദ്യമായി മാറി. ഓക്കെ, ചോദിച്ച ചോദ്യം അല്ല പിന്നീട് ചോദിച്ചത്. ഓക്കെ, സോ ദാറ്റ്സ് വേർ ലൈക്ക് ചോദ്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ദാറ്റ്സ് ഇറ്റ്. പറഞ്ഞു കൊടുക്കാൻ പറ്റും, നോ ഇഷ്യൂ. അവർക്ക് പകർന്നു കൊടുക്കാം, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം, അവർക്ക് ടാപ്പ് ചെയ്യാം. ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഗുഡ് തിങ്. ഇനി ടാപ്പിംഗ് ഫോർ കിഡ്സ് എന്ന് പറയുന്ന സംഗതി തന്നെ ഉണ്ട്. കുട്ടികളുടെ പ്രശ്നങ്ങൾ ബേസ് ചെയ്തിട്ട് ടാപ്പ് ചെയ്യാൻ പറ്റും. അതിലേക്ക് അവരെ കൺവേർട്ട് ചെയ്യാൻ പറ്റണം എന്നേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? കുട്ടികൾക്ക് പഠനത്തിൽ പിന്നോക്കം ഉണ്ട്, അല്ലെങ്കിൽ കോൺഫിഡന്റ് അല്ല, ആത്മവിശ്വാസം ഇല്ല, എക്സാം ഫേസ് ചെയ്യാൻ ആത്മവിശ്വാസം ഇല്ല. അപ്പൊ നമ്മൾ എന്ത് വെച്ചാൽ ടാപ്പ് ചെയ്യാം. മനസ്സിലായോ? ഓക്കെ, ഓക്കെ, താങ്ക് യു സർ. അതിനെ ബേസ് ചെയ്തിട്ട് ടാപ്പ് ചെയ്യാം. റസീന ചോദിച്ചോളൂ. ഹായ്, ഹലോ റസീന, നിങ്ങൾ ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ജസീല ചോദിച്ചോളൂ. സാറേ, എല്ലാരും പറയണ്ട് എന്റെ കണ്ണ് തുറച്ചു നോക്കണ ഒരു സൈസ് നോട്ടാണെന്ന്. അത് എങ്ങനെ? സൈക്കോളജി കണ്ണ് തുറച്ചു നോക്കുകയാണെന്നേ. ഗുളിക കഴിക്കണ കണ്ണ് തുറച്ചു നോക്കുകയാണെന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എല്ലാവരുടെയും കണ്ണുകളിലേക്ക് തുറച്ചു നോക്കുന്നു എന്ന് എല്ലാരും പറയാണോ? ഞാൻ അങ്ങോട്ട് നോക്കുകയാണെന്ന്. നിങ്ങൾ അങ്ങനെ മറ്റുള്ളവരുടെ കണ്ണിലേക്ക് നോക്കുന്നുണ്ട് എന്ന് എല്ലാരും പറയാണോ ചെയ്യുന്നത്? അതെ. ഓക്കെ. അപ്പൊ അത് എന്താണ്, അതിലെന്താ നിങ്ങൾക്കുള്ള വിഷമം? അങ്ങനെ അവര് പറയുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. അതല്ല അത് ഒഴിവാക്കാൻ രീതിയിലാണ് നോക്കണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്ങനെ? ബോഡി ലാംഗ്വേജ് വേറെ രീതിയിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് അവര് നിങ്ങളെ നോക്കുന്നത് അവരുടെ ബോഡി ലാംഗ്വേജ് വേറെ രീതിയിലാണെന്നാണോ? മനസ്സിലായില്ല. ബോഡി ലാംഗ്വേജ് മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? അവര് പറയണത് കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ചോദ്യം വ്യക്തമല്ല. അവര് പറയുന്നത് കേൾക്കുന്നുണ്ട് എന്നുള്ളതാണോ, നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണോ, അല്ലെങ്കിൽ നിങ്ങളോട് അങ്ങനെ പറയുന്നു എന്നുള്ളതാണോ? എന്താണ് നിങ്ങളുടെ ഒരു വിഷമം? എന്താന്ന് പറയും വ്യക്തമായിട്ട്. എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് സാർ. അതായത് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അല്ല, 1 മിനിറ്റ്. ഞാൻ സ്പെസിഫിക്കലി ചോദിക്കുമ്പോൾ 1 by 1 ആയിട്ട് ഉത്തരം പറയും. അതിന്റെ ഇടയിൽ കയറി പറയരുത്. ഞാൻ ചോദിക്കുന്നതിന്റെ ഇടയിൽ കയറരുത്. ശരിക്കും ഞാൻ ചോദിക്കാം. അവര് നിങ്ങളോട്, അല്ല, നിങ്ങൾ അവരുടെ കണ്ണുകളിലേക്ക് തുറിച്ചു നോക്കുന്നു എന്നുള്ളത് അവർക്ക് തോന്നുന്നുണ്ട്. അത് അവർ നിങ്ങൾക്ക് പറയുന്നു, അല്ലേ? ഇതാണ് പ്രശ്നം. ഇത് നിങ്ങൾക്ക് ഒഴിവാക്കണം. അങ്ങനെ നിങ്ങൾക്ക് അവർ നിങ്ങളോട് തിരിച്ചിങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് തോന്നുകയാണോ, അതല്ല അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടോ? വിഷമം വരാറുണ്ട്. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. തോന്നാറുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ വിഷമം തോന്നാറുണ്ട്, നിങ്ങൾക്ക് വിഷമം വരാറുണ്ട് അവരങ്ങനെ പറയുമ്പോ, അല്ലേ? അതെ, ഡീപ്പായിട്ടുള്ള വിഷമാണ് വരാറ്. ആരാ നിങ്ങളോട് പറയാറുള്ളത്? ഇതിനു മുൻപ് ആരാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? അത് ഞാൻ അയൽവാസികളും പിന്നെ അല്ലേ? അപ്പൊ നിങ്ങൾ എന്താ വേണ്ടെന്ന് വെച്ചാൽ, മേ ബി നിങ്ങൾ എന്ത് മരുന്നാ കഴിക്കുന്നേ?
സൈക്കോളജിക്ക് പരമായിട്ടുള്ള മരുന്നാണ് കഴിക്കുന്നത്. അതായത് സൈക്കാട്രി മെഡിസിൻ ആണ് കഴിക്കുന്നത് അല്ലേ? ആ. ഓക്കെ, അപ്പൊ സൈക്കാട്രി മെഡിസിൻ കഴിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് വെച്ചാൽ നിങ്ങൾ എന്തിനാ അത് കഴിക്കുന്നത്? സൈക്കാട്രി മെഡിസിൻ ഉറങ്ങാത്തതിനാണോ? എനിക്ക് പേടി. അന്ന് ഞാനിത് കാണുമ്പോ അങ്ങോട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞത് അത് ഹീൽ ചെയ്യാനാ പറഞ്ഞത്. ഹീൽ ചെയ്യാൻ പറഞ്ഞു എന്നാണോ പറഞ്ഞത്? സാറ് ഹീൽ ചെയ്യാനാ പറഞ്ഞതാണ്. എനിക്ക് മനസ്സിലായില്ല. ഹലോ. ഹലോ. ഇതിനു മുൻപ് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചിരുന്നു. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു നിങ്ങളോട് ഹീൽ ചെയ്യാൻ പറഞ്ഞു, അതല്ലേ? ആ. എന്നിട്ട് നിങ്ങൾ ഹീലിംഗ് ചെയ്തോ? ഇല്ലില്ല, അതിന് ബ്രദറിന് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വരാൻ. ബ്രദറിന് സമയം കിട്ടിയിട്ടില്ല വരാൻ. നിങ്ങൾ എവിടെ സ്ഥലം സുശീല? ഞങ്ങള് മലപ്പുറം. ഓക്കെ, അപ്പൊ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിൽ നിങ്ങൾ എന്താ വെച്ചാൽ മലപ്പുറത്ത് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓൾറെഡി നിങ്ങൾ സൈക്കാട്രി മെഡിസിൻ കഴിക്കുന്നുണ്ട്. അപ്പൊ മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് അറിയില്ല. ഓക്കെ, എത്രത്തോളം വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉള്ളത് എന്നുള്ളത് അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ആൾക്കാർ നിങ്ങളോട് ഇങ്ങനെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ പറയുന്നത് തുറിച്ചു നോക്കുന്ന പോലെ എന്നുള്ള രീതിയിൽ അവർക്ക് തോന്നുന്നുണ്ട്, അവർക്ക് അതിൽ വിഷമമുണ്ട്, അവരത് അങ്ങനെ പറയുന്നു. സ്വാഭാവികമായിട്ടും അതിന് നിങ്ങൾ മരുന്ന് എടുക്കുന്നുണ്ടാകാം. അപ്പം ഞാനൊരു ക്ലിനിക്ക് പറഞ്ഞുതരാം. മലപ്പുറത്തായതുകൊണ്ട്. മലപ്പുറം എവിടെയാ? മലപ്പുറം വളയംകുളം ചാരകുളം ഭാഗം. ഓക്കെ, നിങ്ങൾ ഒരു മനസ്നേഹ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. മനസ്നേഹ. ഞാൻ ഇവിടെ കാണിക്കുന്നത് മലപ്പുറത്ത് ആറഞ്ചേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിക്കുന്നത്. അല്ല, അതെനിക്ക് മനസ്സിലായി. അത് നിങ്ങൾ സൈക്യാട്രിയാണ് കാണിക്കുന്നത്. സൈക്കോളജിസ്റ്റിനെ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ? മാഡം പറഞ്ഞു. അപ്പൊ അവരെ കാണിച്ചപ്പോ അവരെന്താ പറഞ്ഞത്? അവര് ഗുളിക പറയണ ഈ മാസം നോക്കട്ടെ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഗുളികന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. സൈക്കോളജിസ്റ്റ് വേറെ, സൈക്യാട്രിസ്റ്റ് വേറെ. ഇത് രണ്ടാണ് കേട്ടോ. കൗൺസിലിങ്ങിന് അങ്ങനെ ആരെയും കാണിച്ചിട്ടുണ്ടോ? സിത്താര മാഡം എന്ന് പറയും. എങ്ങനെ? സിത്താര എന്ന് പറയും മാഡത്തിന്റെ പേര്. അവരെ കാണിച്ചപ്പോ അവരെന്താ പറഞ്ഞത്? തോന്നലാണ് കൂടുതലും എന്നാ പറയണത്. അതെ, തോന്നലാണ് കൂടുതലും എന്നാ പറഞ്ഞത്. അപ്പൊ ആ തോന്നലിന് വേണ്ടിട്ട് അവർ തെറാപ്പി എന്തെങ്കിലും ചെയ്തോ? ചെയ്തു, കുറെ ചെയ്തു. എന്നിട്ട് മാറ്റം ഇല്ല എന്നാണോ പറയുന്നത്? എനിക്ക് കുഴപ്പമില്ലാന്ന് അവരെതിര് പറഞ്ഞത്. പക്ഷെ എനിക്ക് ചാഞ്ചാട്ടം കൂടുതലെന്നാ പറയണത്. മനസ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി നിൽക്കുന്ന അവസ്ഥ അല്ലേ? അവസ്ഥ. ഓക്കെ. അപ്പൊ അതിൽ എന്താ ചിലപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. ന്യൂറോ ഡൈവർജന്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് 2 ടൈപ്പ് ആൾക്കാരുണ്ട്, ന്യൂറോ ടിപ്പിക്കൽ, ന്യൂറോ ഡൈവർജന്റ് എന്ന് പറയും. അപ്പൊ ന്യൂറോ ടിപ്പിക്കൽ ആയിട്ടുള്ള ആൾക്കാരെന്ന് വെച്ചാൽ സാധാരണ ഒരു മനുഷ്യന്റെ ബ്രെയിൻ പോലെ പോകുന്നത്. എന്നാൽ അതല്ലാത്ത ബ്രെയിൻ ആക്ടിവിറ്റി 45% കുറവാണ് ബ്രെയിന്. അത് പറഞ്ഞിരുന്നോ? സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഓക്കെ. അപ്പൊ അതാണ് അതിൽ എന്താ വെച്ചാൽ അപ്പൊ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ ഒരു പരിധിയുണ്ട്. മനസ്സിലാവണ്ടോ? ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്താ വെച്ചാൽ നിങ്ങൾ ഹീലിംഗ് പഠിച്ചിരുന്നോ? നമ്മുടെ EFT അങ്ങനെ എന്തെങ്കിലും ഹീലിംഗ് പഠിച്ചിരുന്നോ? പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹീലിംഗ് ഏത് ബാച്ചിലാണ് വന്നിരുന്നത്? പകൽവീട് പറഞ്ഞൊരു കയറാണ്, ഡേ കെയർ പറയാം, അവിടെ പോയിരുന്നു. എങ്ങനെ? പകൽവീട് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്, അവിടെ അല്ലല്ല, ഞാൻ ചോദിക്കുന്നതല്ല. EFT നിങ്ങൾ അവിടെ നിന്നാണോ പഠിച്ചത്? ഇല്ല. EFT പഠിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഞാൻ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ 40% ലെവലിലേ നിങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ആയിട്ടുള്ളൂ എന്നുള്ളൊരു സംഗതി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ ആണ് നിങ്ങൾക്കുള്ളത്, നിങ്ങൾ കടന്നു പോകുന്നത്. അപ്പം നിങ്ങൾ ന്യൂറോ ഡൈവർജന്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പം അതിന് മെഡിസിനും കഴിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് EFT അപ്ലൈ ചെയ്യാം, ശ്രമിക്കാം. സാറേ, എനിക്ക് ജോലിയുണ്ട്, രാവിലെ ജോലിയുണ്ട്, ജോലിക്ക് പോണ. അപ്പൊ ജോലിയും സംഗതികളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ? ജോലിയൊക്കെ പ്രോപ്പറാ, കുഴപ്പമില്ല, ജോലിയിലൊന്നും കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ജോലി സ്ഥലത്തുള്ള ആൾക്കാർ നിങ്ങളെ തുറിച്ചു നോക്കുന്നുണ്ടോ? മാറും. ജോലി സ്ഥലത്തുള്ള ആൾക്കാർ നിങ്ങൾ തുറിച്ചു നോക്കുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ടോ? ഞാനാണ് തുറിച്ചു നോക്കാന്ന് പറയണത്. അതെ, അത് അവര് അങ്ങനെ പറയാറുണ്ടോ? ജോലി സ്ഥലത്തുള്ള ആൾക്കാർ പറയാറുണ്ടോ? കുറിച്ചിട്ട് അവിടെ എല്ലാവർക്കും അറിയാം. അവര് പറയാറുണ്ടോ? അതെ, അപ്പൊ അങ്ങനെ കുഴപ്പമില്ല. അതിന് കുഴപ്പമില്ല, അപ്പൊ എല്ലാവർക്കും അറിയാം.
അപ്പൊ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, EFT കുറിച്ച് നമ്മളുടെ ഓൺലൈൻ കോഴ്സ് ഇപ്പൊ ചെയ്യണ്ട, ഓഫ്ലൈൻ ആയിട്ടൊരു മീറ്റപ്പ് വരുന്ന സമയത്ത് പറ്റുമെങ്കിൽ ഒന്ന് വരും. അതാകുമ്പോൾ കൊച്ചു ബ്രദറിനോടും എക്സ്പെൻസീവ് ആണ് ചോദിച്ചു കേട്ടോ. നോക്കട്ടെ. ബ്രദറിനോടും ചോദിച്ചു നോക്കട്ടെ എന്നിട്ട് ആ പറയാം. നിങ്ങൾ ചോദിച്ചു നോക്കിക്കോളൂ. ചോദിച്ചു നോക്കിയിട്ട് എന്താ വെച്ചാൽ നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ ഒന്ന് ശ്രമിക്കൂ കേട്ടോ. കേട്ടോ, കാലിക്കറ്റ് ഉണ്ടാവോ ഇപ്രാവശ്യം? കാലിക്കറ്റ് അടുത്ത പ്രാവശ്യം ഉണ്ടാവും, അടുത്ത മാസം ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, ഇതാണ് നമ്മളെന്ന് വെച്ചാൽ നമ്മളിപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പല രീതിയിലും ഇതിൽ നിന്ന് വെച്ചാൽ ചില ഇൻസൈറ്റ്സ് മനസ്സിലായിട്ടുണ്ടാവും. അതായത് രണ്ട് കാര്യമുണ്ട്, ന്യൂറോ ഡൈവേർഷൻ, ന്യൂറോ ടിപ്പിക്കൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മളുടെ ബ്രെയിനിൽ ന്യൂറോ ഡൈവേർജന്റ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ന്യൂറോൺസിന്റെ ഘടനയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും, അത് ജനിച്ച് വളർന്നു വരുന്ന സമയത്ത്. അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ചലഞ്ചസ് ക്യൂർ ചെയ്യാൻ ട്രോമ മൂലമുള്ളതിനെക്കാട്ടിലും എന്താ വെച്ചാൽ പ്രശ്നമാണത്. അപ്പൊ അത് ക്യൂർ ചെയ്യാൻ കുറച്ച് ചാലഞ്ചസ് ഉണ്ടാകും. ബട്ട് സ്റ്റിൽ സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യാൻ EFT എന്ന് പറയുന്ന മെത്തേഡ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എനിവേ, ഇറ്റ്സ് എ ന്യൂ നോളജ് ഫോർ യു. എനി അതർ ക്വസ്റ്റ്യൻസ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എനി ക്വസ്റ്റ്യൻസ് ഓർ എനി ഡിസ്കഷൻ? നമുക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിലേക്ക് പോകാം. സാർ എന്തോ അൺമ്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. ഇസ്ലാം പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. ഞാൻ കഴിഞ്ഞ മൺഡേയില് പറഞ്ഞ കാര്യമായിരുന്നു, ഒരു വാട്ടറിന്റെ മൊസ്റോമോട്ടോന്റെ ഒരു ഇതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അപ്പോൾ ഈ വാട്ടർ നമ്മളുടെ ഈ ഫീലിങ്സിനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരുന്നത്. അത് മറ്റുള്ള വസ്തുക്കൾക്കൊക്കെ അങ്ങനെയുണ്ടോ, അല്ല വാട്ടറിന് മാത്രമാണോ എന്നുള്ളതാണ്. അത് വാട്ടറിനാണ് അവർ പഠനം നടത്തിയിട്ടുള്ളത്. എന്നാൽ മറ്റുള്ള പഠനങ്ങൾ പറയുന്നത് വസ്തുക്കൾക്കടക്കം ഈ ചേഞ്ചസ്, വസ്തുക്കളിൽ വരെ ഇത്തരത്തിലുള്ള ചേഞ്ചസ് എന്താ വെച്ചാൽ എല്ലാ വസ്തുക്കൾക്കും, അചേതനമായ വസ്തുക്കൾക്കൊക്കെയും തന്നെ നമ്മളുടെ ഫീലിംഗുമായിട്ട് എപ്പോഴും ഒരു ബന്ധം ഉണ്ട് ബന്ധമുണ്ട്. അത് സയന്റിഫിക്കലി ഒരു പ്രൂവൺ ആയിട്ടുള്ള പോലെയുള്ള ഒരു സാധനമാണെന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നത്. അതെ, അതായത് അതെ അതെ അതെ, പറഞ്ഞോളൂ. അപ്പോൾ അത് നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം അപ്പൊ നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ശരിക്കും സയന്റിഫിക്കലി അവരുമായിട്ട് ഒരു ഇന്ററാക്ഷൻ നടക്കുന്നുണ്ടെന്നുള്ള അത് വലിയൊരു സംഭവമായിട്ടാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത്. സോ ആൾവേസ് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ഇന്ററാക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് പോകണമെന്നുള്ള ഒരു സംഭവമായിട്ട് വരുന്നുണ്ട്. നമ്മൾ മാത്രം റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സയൻസിൽ രണ്ട് കാര്യങ്ങളുണ്ട്. സയന്റിഫിക്കലി കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പുറത്തുള്ള റിസൾട്ട് ബോധ്യപ്പെടുത്താൻ പറ്റും, പുറത്തുള്ള റിസൾട്ട് വെച്ചിട്ട് കാണിക്കാൻ പറ്റും. പക്ഷെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത പോകുന്ന കുറെ സയൻസിലെ കുറെ കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടൊരു സംഗതിയാണ് ഇത്തരത്തിലുള്ള മിത്തുകൾ. അത് ഇനിയും സയൻസ് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്വാണ്ടം മെക്കാനിക്സ്, ക്വാണ്ടം ഫിസിക്സ് എന്നൊക്കെ പറയുന്ന മേഖലയിൽ ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ സയന്റിഫിക്കലി ഇത് പ്രൂവൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലോജിക്കലി നോട്ട് കംപ്ലീറ്റ്ലി ഫുള്ളി പ്രൂവൺ ചെയ്യും. ഇതൊന്നും പ്രൂവൺ അല്ല. പക്ഷേ ഈ സംഗതികൾ ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് റിസൾട്ട് ഉണ്ടോ? റിസൾട്ട് ഉണ്ട്. അതായത് ഇവരുടെ വെള്ളത്തിന്റെ ഇതിൽ ഇവർ ചെയ്തിട്ടുള്ള ഇതനുസരിച്ചിട്ട് അവിടെ ഒരു പ്രൂഫ് വരുന്നുണ്ടല്ലോ. നമ്മളുടെ പ്രൂഫ് വരുന്നുണ്ട്. ആ വരുന്ന പ്രൂഫ് എന്ന് പറയുന്ന ഈ രൂപത്തിലുള്ള പ്രൂഫേ ഉള്ളൂ. ചേഞ്ച് ഉണ്ട് എന്നുള്ള പ്രൂഫേ ഉള്ളൂ. ഉള്ളിലുള്ള ഘടനയിൽ ചേഞ്ച് ഉണ്ട് എന്നുള്ള പ്രൂഫ്. ഇത് എന്തുകൊണ്ട് നടക്കുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള പ്രൂഫിലൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഓക്കെ, ബട്ട് പ്രൂഫ് ഉണ്ടല്ലോ. പ്രൂഫ് ഉണ്ട്. പ്രൂഫ് ഉള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു CCTVയിലാണ് ഉള്ളത് എന്ന് പറയേണ്ടി വരും പ്രകൃതിയായിട്ട് നോക്കുമ്പോ, അല്ലേ? അതാണ് നമ്മളുടെ ആക്ടിവിറ്റീസ് ഒക്കെ നന്നാക്കാനും നമ്മളുടെ ഈവൻ തോട്ട്സ് തന്നെയും നന്നാക്കാനും ഒക്കെ ഉള്ള ഒരു സാധനമായിട്ടാണ് വരുന്നത്. അതെ അതെ, നമ്മൾ എന്ത് ഫീൽ ചെയ്യുന്നോ അത് തിരിച്ചൊരു ഫീല് വരുന്ന ഒരു ഇതിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ഒരു സംഭവം. വലിയ സംഭവമാണ്. കാരണം നമുക്കെന്ന് വെച്ചാൽ നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത്, ലൈക്ക് നമ്മൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അതിന്റെ റിയാലിറ്റി നമുക്കുണ്ടാകും. ഈ ഒരു സംഗതി കൂടുതൽ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചില ആൾക്കാരുടെ വർക്കുകൾ പറയാം. ഒന്ന് ബയോളജി ഓഫ് ബിലീഫ്, ഡോക്ടർ ബ്രൂസ് ലിപ്റ്റൺ. ബയോളജി ഓഫ് ബിലീഫ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്, അതൊന്ന് വായിക്കാം. ബയോളജി ഓഫ് ബിലീഫ്, വിശ്വാസത്തിന്റെ ബയോളജി ഓഫ് ബിലീഫ്.
ബിലീഫ്സ് കേട്ടോ. ഓതർ ഓതർ ബ്രൂസ് ലിപ്റ്റൺ, ഡോക്ടർ ബ്രൂസ് ലിപ്റ്റൺ. ഓക്കെ. ഓക്കെ, അടുത്തത് ലൂയിസ് ഹേ എന്നാണ് കാണിക്കുക. ലൂയിസ് ഹേ. പുള്ളിക്കാരി ഫെയ്ത്ത് ഹീലിംഗ്, അതായത് നമ്മളിപ്പോ ലൈക്ക് ഫെയ്ത്ത് ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എനർജി, ഗ്രാറ്റിറ്റ്യൂഡ്, ഇത്തരത്തിലുള്ള സംഗതികളിലൂടെ ലൈക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അസുഖങ്ങൾ മാറ്റിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ലൂയിസ്. പുള്ളിക്കാരിയുടെ ബുക്കുകളുണ്ട്. ഹീൽ യുവർ ലൈഫ് ആണെന്ന് തോന്നുന്നു. ഹീൽ യുവർ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കുണ്ട്. അപ്പം ഇംഗ്ലീഷ് മാത്രമാണ്, മലയാളത്തിൽ ഇതൊക്കെ ഇപ്പൊ അവൈലബിൾ ആയി തുടങ്ങുന്നുണ്ടാവും. കാരണം ഇതൊക്കെ മലയാളത്തിൽ അവൈലബിൾ ആവേണ്ടതാണ്. അപ്പം അത് ഓൾറെഡി DC ബുക്സോ അല്ലെങ്കിൽ ഇവരൊക്കെ ഒരുപാട് ഇറക്കാറുണ്ട്. ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ മലയാളത്തിൽ അവൈലബിൾ ആയി തുടങ്ങുന്നുണ്ട്. അപ്പൊ ഈ ബുക്കുകളും ഇവരുടെ വർക്കുകൾ ഇപ്പൊ ലൂയി ഹേയൊക്കെ എന്ന് വെച്ചാല് ഒരുപാട് ഇതിൽ മാത്രം വിശ്വസിച്ച്, ഇതിൽ മാത്രം ജീവിച്ച്, ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് സ്പ്രെഡ് ചെയ്ത്, ഇതിന്റെ കുറേ പഠനശാഖകളുണ്ട് പല മേഖലയിലും. ഇപ്പം ഒരു സംഗതി തന്നെയുണ്ട്, നമ്മൾക്ക് കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരാളുണ്ട്. ഒരു അദ്ദേഹത്തിന്റെ പേര് എനിക്ക് കിട്ടുന്നില്ല, ആ ടൂളിന്റെ പേരും എനിക്ക് കിട്ടുന്നില്ല. നമ്മൾ ഈ അഫർമേഷൻസ്, ഗ്രാറ്റിറ്റ്യൂഡ് റോക്ക് എന്ന് പറഞ്ഞാൽ, ഗ്രാറ്റിറ്റ്യൂഡ് റോക്ക് എന്ന് പറയുന്ന പോലെ തന്നെ വേറൊരു സംഗതി ഒരാൾ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇയാൾ ഇടിമിന്നല്, അയാൾ കൃഷി ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കോപ്പർ ഉപയോഗിച്ചിട്ട് ഇടിമിന്നൽ ഏൽക്കുമ്പോൾ അതിന്റെ ഇടിമിന്നലിൽ നിന്ന് വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസിന് ചെടിക്ക് മണ്ണിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് പ്രത്യേക ടൈപ്പ് ഓഫ് കോപ്പർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മിക്സ് ഉപയോഗിച്ചുള്ള ഒരു രീതിയിലൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, മണ്ണിലേക്ക് അതിനെ കണക്ട് ചെയ്യുന്നു. സോ എന്താ സംഭവിക്കുന്ന വെച്ചാൽ, അദ്ദേഹം പറയുന്നത് വെച്ചാൽ എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ട പച്ചക്കറികൾ, സംഗതികളൊക്കെ, ഫ്രൂട്ട്സ് വിളയിക്കുന്ന ഒരു സംഗതിയുണ്ട്, ഒരു പ്രോസസ് ഉണ്ട്. അപ്പൊ അതിലെന്താണ്, പെട്ടെന്ന് മണ്ണിൽ ആവശ്യമായിട്ടുള്ള ഫലഭൂഷ്ഠത മുഴുവൻ, ആ മണ്ണിൽ ആവശ്യമായിട്ടുള്ള ഫലഭൂഷ്ഠത മുഴുവൻ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ ഈ ഒരൊറ്റ പ്രോസസ്സിലൂടെ അദ്ദേഹം നേടിയെടുക്കുന്നുണ്ട്. ഹലോ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇത് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കാനും പോസിറ്റീവ് ആയിട്ടുള്ള എനർജീസ് അട്രാക്ട് ചെയ്യണം. ഇതിന് ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസ് അട്രാക്ട് ചെയ്യുന്ന പോസിറ്റീവ് എനർജി എമിറ്റ് ചെയ്യുന്ന ഇതിലുള്ള കോപ്പർ മെറ്റീരിയൽസ് ആള് നമ്മളുടെ കയ്യിൽ കൊണ്ട് നടക്കുന്നതിനെ പറ്റി ആൾ പറയുന്നുണ്ട്. ലോക്കറ്റ് ആയിട്ട്, അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ, അങ്ങനെ പ്രത്യേക ടൈപ്പ് ഓഫ്, അല്ലെങ്കിൽ നമ്മളുടെ ഡ്രസ്സിന്റെ കൂടെ മെറ്റീരിയൽ ആയിട്ട് നമുക്ക് ബട്ടൺസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇങ്ങനെയുള്ള കുറെ ഓൺലൈനിൽ അത് വിൽക്കുന്ന ആൾക്കാർ തന്നെ. അതിന്റെ പേര് എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ ഞാനത് വേണമെങ്കിൽ സെർച്ച് ചെയ്തിട്ട് ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നു. ആളുടെ വർക്കുകൾ ഭയങ്കര ഇംപ്രസീവ് ആണ്. ആൾക്കൊരു 10-70 വയസ്സുണ്ട്, 60-70 വയസ്സുണ്ട്. പുള്ളിക്കാരൻ ഈ മേഖലയിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ആ മേഖലയിൽ ഇതേപോലെ പഠനം നടത്തുന്നത് ഒരുപാട് ഉണ്ട്. ഇതിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് മേഖലകളുണ്ട്. അപ്പോൾ നമുക്ക് അറിയില്ല എന്നുള്ളതാണ്, നമ്മൾ അറിയാത്തത് കൊണ്ട് ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഈ പറഞ്ഞതുപോലെ റിസർച്ച് ഉണ്ട്, ചേഞ്ചസ് ഉണ്ട്, റിസൾട്ട് ഉണ്ട്, തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇദ്ദേഹമൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ, നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി മാത്രം അട്രാക്ട് ചെയ്യാനും നെഗറ്റീവ് എനർജികളെ തടയാനും ഇത്തരത്തിലുള്ള ചെറിയ ഉപകരണങ്ങൾ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ നമുക്ക് അതൊരു സൈഡിലൂടെ കാണുമ്പോൾ നമുക്ക് ചിന്തിക്കും അതെങ്ങനെയാണ്, അല്ലെങ്കിൽ അപ്പൊ അതിന്റെ സയൻസ് എന്താണ്. അപ്പൊ അതിന്റെ സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള മെത്തേഡുകളാണ് അത്. അത്തരത്തിലുള്ള സംഗതികളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. സയന്റിഫിക്കലി തെളിയിക്കുന്ന രൂപത്തിലാണ് അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, അതാണ് സംഗതികളാണ്. അപ്പൊ അതിന്റെ പഠനങ്ങളുണ്ട്. ഇത് നമുക്ക് ഒരു സൈഡിലൂടെ നമ്മൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്ക് തെറ്റിദ്ധരിക്കും, ഇത് അന്ധവിശ്വാസവുമായി മാറില്ലേ, ഇങ്ങനെ ഒരു വസ്തുവിന് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അതൊക്കെ നടക്കുന്നുണ്ടോ, നമുക്കറിയില്ല. നമുക്കത് ഒറ്റയടിക്ക് വേണമെങ്കിൽ പുച്ഛിച്ച് തള്ളാം. പ്രബുദ്ധ കേരളം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന നമ്മുടെ മലയാളി മനസ്സിൽ നിന്ന് ഒറ്റയടിക്ക് നമുക്ക് അത്തരത്തിലുള്ള ചിന്തകൾ വരാം. പക്ഷെ നമ്മൾ പഠിക്കാത്തടത്തോളം കാലം നമുക്കത് അറിയില്ല. അപ്പൊ അവരത് പഠിച്ചു ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ പോയിട്ട് പഠിക്കുക, അതിന്റെ സയൻസ് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള സംഗതികൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ദാറ്റ് ഈസ് ദ
ഒരുപാട് സംഗതികളുണ്ട് മേഖലയിൽ. ഹീലിംഗ് മേഖലയിൽ തന്നെ നമുക്കൊന്നും ഇവിടെ പറയാൻ പാടില്ലാത്ത ഹീലിംഗ് മൊഡാലിറ്റീസ് ഒക്കെ ഉണ്ട്. അതായത് ഈവൻ ചില പ്രത്യേക ഡ്രഗുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹീലിംഗ് നടത്തുന്ന രീതിയുണ്ട്. മയക്കുമരുന്ന് പോലുള്ള ചില സംഗതികൾ ഉപയോഗിച്ചുകൊണ്ട് ഹീലിംഗ് നടത്തുന്ന രീതികളുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള അഹയുസ്ക എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ള പ്ലാൻ മെഡിസിൻ ഹീലിംഗ് ഉണ്ട്. അങ്ങനെയുള്ള സംഗതികൾ ഇത് ലാറ്റിൻ അമേരിക്കയിൽ കണ്ടുവരുന്ന ഒരു സംഗതിയാണ്. അപ്പം അങ്ങനെയുള്ള കുറേ ടൈപ്പ് ഓഫ് ഹീലിംഗ് മൊഡാലിറ്റീസ് ഒരു സൈഡ് കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഹീലിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും, ട്രോമ ഹീലിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും. അത് നമ്മളുടെ കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ചെയ്യും. പക്ഷെ അതൊന്നും വെച്ചാൽ കറക്റ്റ് ആയിട്ടല്ല ചെയ്യുന്നത് എങ്കിൽ അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട്സുകളും പ്രശ്നങ്ങളും അതും വേറെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഹീലിംഗ് സൈക്കോളജിക്കലി മാത്രമല്ല, നമ്മൾ പഠിപ്പിക്കുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള സൈക്കോളജിക്കലി മാത്രം ഉപയോഗിക്കാവുന്ന നമ്മളുടെ മർമ്മങ്ങൾ ടച്ച് ചെയ്ത് നമ്മൾ ഹീൽ ചെയ്ത് വിട്ടുകളയുന്ന ഒരു പരിപാടിയാണ് EFT. നമ്മുടെ മെത്തേഡ് ഇതാണ്. വളരെ സിമ്പിളാണ്, ഈസിയാണ്. ഇതിൽ വേറെ കെമിക്കൽസ് ഇല്ല, വേറെ സംഗതികളില്ല, വേറെ അപകടങ്ങളില്ല, വേറെ പ്രശ്നങ്ങളില്ല, വേറെ അന്ധവിശ്വാസങ്ങളില്ല, സംഗതികളൊന്നുമില്ല. വി ജസ്റ്റ് അപ്ലൈ ആൻഡ് എൻജോയ് ദ ബെനഫിറ്റ്സ്. അത് നമ്മൾ ബെനഫിറ്റ്സ് എൻജോയ് ചെയ്തിട്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ്. ഓക്കെ, എനി അതർ ക്വസ്റ്റ്യൻസ്? താങ്ക് യു സോ മച്ച്. എനിബഡി ഇന്ററാക്ട്? യെസ്, പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. ഒരു മിറാക്കിളാണ്, പ്രൂഫില്ല, അനുഭവിക്കുന്നുണ്ട് ഞാൻ. ഇതിനകത്ത് എത്രത്തോളം വിശ്വസിക്കാം, സത്യസന്ധത ഉണ്ടെന്നുള്ള അറിയാനും അത് മുന്നോട്ടത് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ്. ചോദിച്ചോളൂ. ഞാൻ ഇങ്ങനെ ഹീൽ ചെയ്തേ നമുക്ക് ഇങ്ങനെ ശരീരത്തിലേക്ക് ഒരു എനർജി ഇങ്ങനെ പാസ് ചെയ്യുക. അത് ചില പിക്ചറുകളൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ പണം വരുന്നതും. അതുപോലെ ഒരു വെളുത്ത ഒരു സാധനം ഇങ്ങനെ നമ്മുടെ തലയിലേക്ക് വന്നിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നതായിട്ടാണ്. അപ്പൊ ഇന്നലെ തൊട്ട് അത് ഇങ്ങനെ റെഗുലർ ആയിട്ട് കാണുന്നു. അപ്പൊ ഇന്നലെ വൈകിട്ട് ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ടായപ്പോൾ അത് നിന്നുപോയി. ഇന്ന് രാവിലെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് ഹീൽ ചെയ്തപ്പോൾ ഓൾറെഡി അത് ചാലു ആയിട്ടുണ്ട്. അതിലെത്ര സത്യാവസ്ഥയുണ്ട്, അത് എങ്ങനെയുണ്ട് അതിന്റെ അറിയാൻ സാർ പുറത്ത് പറയാൻ പറ്റുമോ? നമുക്ക് എല്ലാവരും പറയുന്നതിന് പ്രശ്നമുണ്ടല്ലോ. പുറത്തൊന്നും പറയണ്ട. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഇത് മനസ്സിലാക്കാത്ത ആൾക്കാർ, കോംപ്രഹെൻഡ് ചെയ്യാൻ കഴിയാത്ത ആൾക്കാരോടല്ലേ പറയുന്നത്. അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങും. നിങ്ങൾക്ക് വല്ല ഭയം ഇതിങ്ങനെ അനുഭവിക്കുന്നതുകൊണ്ട്? സുഖമാണ്. ആ സുഖം എൻജോയ്. ഇറ്റ്സ് കോൾഡ് എനർജി കേട്ടോ. സോ അത് എൻജോയ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് അതെന്ത് വെച്ചാൽ അതാ പറയാം, നിങ്ങൾക്ക് സ്ട്രെസ് വന്നപ്പോൾ അത് കട്ടായി പോയില്ലേ? കട്ടായി. പിന്നെ ഇന്ന് രാവിലെ നമ്മളിപ്പം സാറിന്റെ മെഡിറ്റേഷൻ കഴിഞ്ഞ് ഓക്കെ ആയി, ഫീൽ ചെയ്തപ്പോ. അപ്പൊ അതാണെന്ന് വെച്ചാൽ അത് എനർജിയാണ്. അത് പലർക്കും പല രീതിയിൽ അത് നല്ല രീതിയിൽ ആ ഒരു ഫ്ലോ എൻജോയ് ചെയ്യുക. യു ആർ എൻജോയിങ് ഒരു വേറെ ഡിഫറെന്റ് ഓഫ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് നിങ്ങൾ എത്തി തുടങ്ങി എന്നുള്ളതാണ്. അതായത് നോർമലി നിങ്ങൾ ഫീൽ ചെയ്തിട്ടുള്ള വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തി. ബ്ലിസ് എന്ന് പറയും, ഒരു വല്ലാത്ത ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട്, നല്ല സുഖം. ഒരു സുഖം അനുഭവിക്കുന്നുണ്ട്. ഇറ്റ്സ് കോൾഡ് ബ്ലിസ്. നമ്മുടെ ഉത്കണ്ഠകൾ മാറിപ്പോയി. ഉള്ളിൽ നിന്ന് സന്തോഷം ഇങ്ങനെ നൊര പൊന്തി വരുന്ന ഒരു അവസ്ഥയാണോ? അത് തന്നെ. ഇങ്ങനെ എന്തോ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നതായിട്ടൊരു എനർജി. അതിന്റെ കൂടുതൽ ഈ പിക്ചറുകൾ, നമ്മൾ ചില പിക്ചർ കൂടുതൽ കാണും, ഈ ക്യാഷ് ഒക്കെ വരുന്നതും അതൊക്കെ ഇങ്ങനെ വരുന്നതായിട്ട് നമ്മുടെ അനുഭവിക്കുന്നുണ്ട്. ഡു മോർ ഓഫ് ദാറ്റ്. അപ്പൊ അതായത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് അത്രയും ഓപ്പൺ അപ്പ് ആയിട്ടുണ്ട്, ആക്ടിവേറ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും നല്ല രീതിയിലേക്ക് ഇതിങ്ങനെ പല രീതിയിലേക്ക് എന്ന് വെച്ചാൽ സൈക്കിക് എനർജി കൂടുതലുള്ള ആൾക്കാർക്കാണ് ഇത് പെട്ടെന്ന് ഫീൽ ചെയ്യുക. നിങ്ങൾക്ക് അത് കൂടുതലാണ്. ദാറ്റ്സ് വൈ യു ആർ ഫീലിംഗ്. ഓരോരുത്തർക്കും ഓരോ നല്ല സംഗതികളുണ്ട്. അപ്പൊ അതുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിക്കാൻ തുടങ്ങും. ഇനി നിങ്ങളുടെ തോന്നലുകളൊക്കെ ശരിയാകാൻ തുടങ്ങും. താങ്ക് യു. സാധ്യതകൾ നമുക്ക് കുറച്ച് കുട്ടി ഇങ്ങനെ വന്നിട്ടുണ്ട്. കുറച്ച് സാധ്യതകൾ നേരത്തെക്കാളും കൂടുതലായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. ഇതിലെന്തെന്നറിയോ, ഇസ്മായിൽ ഖാന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്. ഈ നിഷ്കളങ്കരായിട്ടുള്ള നല്ല മനസ്സുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ സംഗതികൾ പെട്ടെന്ന് സംഭവിക്കാൻ തുടങ്ങും. ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിരുന്നു, ബുദ്ധി കൂടിയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര തടസ്സം ഉണ്ടാവുന്നുണ്ട്. അവരൊരുപാട് ചിന്തിച്ചു കൂട്ടി, അനലൈസ് ചെയ്ത് കൂട്ടി കാര്യങ്ങളുണ്ടാവും. പിന്നെ ആർക്കാ തടസ്സം ഉണ്ടാവുക? ഫൊർഗീവ്നെസ് ചെയ്യാത്ത ആൾക്കാർക്ക്.
മനസ്സിലാവുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്താ വെച്ചാൽ അദ്ദേഹം ഇപ്പൊ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. അദ്ദേഹം നേരിട്ട് കണ്ടതാ, കൊച്ചിയിലെ പങ്കെടുത്തിരുന്നു. അപ്പൊ അദ്ദേഹത്തെ കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹത്തിന് നല്ല വിഷമങ്ങളും സംഗതികളും ട്രോമയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് പറഞ്ഞാൽ അത് അതുപോലെ അനുസരിക്കും. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ പറയാറുണ്ട്, വളരെ എന്താ പറയാ, സാധുക്കളായിട്ടുള്ള ആൾക്കാർക്കാണ് ഏറ്റവും നല്ല റിസൾട്ട് ഇതിൽ കിട്ടുക. അതിൽപ്പെട്ടൊരു കാറ്റഗറിയിൽ പെട്ട ആളാണെന്ന് വെച്ചാൽ നമ്മുടെ ഫൈസൽ ഇസ്മായിൽ ഖാൻ. അപ്പൊ അദ്ദേഹത്തിന് അതുകൊണ്ടാണ് ഈ റിസൾട്ട് ഇങ്ങനെ വരുന്നത്. കാരണം അതിലിങ്ങനെ ഒരു അത്രയ്ക്കും നിഷ്കളങ്കമായ ഒരു മനസ്സോട് കൂടിയിട്ട് വളരെ നന്മ മാത്രം ആഗ്രഹിച്ച് ആരോടും വെറുപ്പോ സംഗതികളോ ഒന്നുമില്ല, ഒന്നും കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ അപ്പൊ അങ്ങനെയുള്ള ഒരു മനസ്സിൽ നിന്ന് ആകെ എന്തേ വരുള്ളൂ, എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ്. എന്താണോ പറഞ്ഞത് അത് അതുപോലെ അനുസരിക്കും, അതുപോലെ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ വേറെ ക്വസ്റ്റ്യനിങ് ഇല്ല, സംശയങ്ങളില്ല. ഇപ്പൊ ഈ ഒരു കാര്യം തന്നെ ചോദിച്ച രീതി കണ്ടില്ലേ? അപ്പൊ അത് അത്രയ്ക്കും നിഷ്കളങ്കമായിട്ട് ഇത് വേറെ ആരോടെങ്കിലൊക്കെ പറയാൻ പറ്റുമോ? അപ്പൊ ഇനി പറയണ്ടെന്ന് പറഞ്ഞാൽ ഇനി ആരോടും പറയൂല. അങ്ങനെ ഒരു എന്താ പറയാ, ആ ഒരു അനുസരണ മനോഭാവത്തോടു കൂടി, അതായത് പറയാം സബ്മിഷൻ എന്ന് പറയും. ആ സബ്മിഷനോട് കൂടി സംശയമില്ലാതെ ഈ കാര്യങ്ങൾ അതിന്റെ പോസിറ്റീവായി കണ്ടുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരവസ്ഥ. വളരെ ബ്ലെസ്ഡ് സോളാണ്. സോ എന്താ പറയാ, എൻജോയ് ദാറ്റ് പ്രോസസ്. അവർക്ക് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും. അപ്പൊ അങ്ങനെ റിസൾട്ട് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ എല്ലാവരോടും. നമ്മുടെ കൊച്ചിയിലെ പ്രോഗ്രാം കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 4:30-ക്ക് എണ്ണിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ എണ്ണിക്കാൻ പറ്റില്ലായിരുന്നു എനിക്ക്. അപ്പൊ 4:30-ക്ക് കൃത്യമായിട്ട് എണ്ണിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു മാറ്റം. തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത് എല്ലാം കൊണ്ടും പല രീതിയിൽ നിങ്ങൾ അലൈൻഡ് ആയിട്ട് വരികയാണ്. സോ എൻജോയ് ഇറ്റ്. അത് നന്നായിട്ട് ഉപയോഗിക്കുക. നല്ല അറിവുകൾക്ക് ഇപ്പൊ പറഞ്ഞില്ലേ, പണമൊക്കെ വരുന്നതായിട്ട് മനസ്സിലേക്ക് വരുന്നുണ്ട്, കാണുന്നുണ്ട്. കാരണം നിങ്ങൾ അതിന്റെ കമാൻഡുകൾ കൊടുക്കുന്നുണ്ട്, അത് കൂടുതൽ സംഭവിക്കുന്നുണ്ട്. പിന്നെ സാധ്യതകളിലേക്ക് നിങ്ങൾക്ക് ഓപ്പൺ അപ്പ് ആയി വരുന്നു. നിങ്ങളുടെ വിശ്വാസം കൂടും, ആത്മവിശ്വാസം കൂടും. ഇത് 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 ചില സമയങ്ങളിൽ എനിക്ക് വരാറുണ്ട് ഈ ഒരു എക്സ്പീരിയൻസ്. എനിക്ക് എപ്പോഴും ഒന്നും കിട്ടാറില്ല, കാരണം ഇപ്പൊ എനിക്കിപ്പോ കുറേ സംഗതികൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ആ ഒരു സ്റ്റേറ്റിലല്ല. പക്ഷെ അതെനിക്ക് കിട്ടുന്ന സ്റ്റേറ്റ് ആണ്. ഇടയ്ക്ക് എനിക്ക് വരാറുണ്ടെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ അല്ലാണ്ട് ഫീൽ ചെയ്യും, വല്ലാത്ത എനർജി ഫീൽ ചെയ്യും. അപ്പൊ എനർജി ഫീൽ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വല്ലാത്ത എക്സൈറ്റ്മെന്റ്, ഹാപ്പിനെസ്, ഉള്ളിൽ നിന്ന് വല്ലാത്ത ഹാപ്പിനെസ് വരുന്നു. എല്ലാം നമ്മൾക്ക് സാധ്യമാണ് എന്നൊരു ഫീലിംഗ് വരും. എല്ലാം നമുക്ക് അനുകൂലമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു മിറക്കിൾ ഫീലിംഗ് നമുക്കുണ്ടാകും. മിറക്കിൾ ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. അത് പോസിബിൾ ആണ്, ഇത് പോസിബിൾ ആണ്. ഇറ്റ്സ് ലൈക്ക് വി വിൽ ബി ഹാവിങ് എ മാജിക്കൽ മൈൻഡ്. നമ്മളൊരു മാജിക്കൽ വേൾഡിൽ നമ്മളൊരു മജീഷ്യനെ പോലെ, ഒരു മാജിക് കാണിക്കുന്ന പോലെ എല്ലാം പോസിബിൾ ആണെന്നൊരു തോന്നലിലേക്ക് നമ്മൾ എത്തുന്ന ഒരവസ്ഥ. അത്രയ്ക്കും സബ് കോൺഷ്യസ് ലെവലിൽ നമ്മുടെ ആ ഒരു തോട്ട് നമ്മളുടെ ഉള്ളിലേക്ക് കിടക്കുന്ന ഒരവസ്ഥ. എസ്വർണോ, ഇതാണോ നിങ്ങൾ അനുഭവിക്കുന്നത്? അത് തന്നെ. അത് തന്നെയാണ്. അത് ഞാൻ അനുഭവിച്ചത് കൊണ്ടാണ് ഞാൻ എന്റെ സ്റ്റോറി ഞാൻ പറഞ്ഞത്. എനിക്ക് ഫീലിങ്സ്. അതെ സാർ, ഇത് ഒരു ലൈനിൽ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞ പോലെ എന്ത് പറഞ്ഞാലും അത് അങ്ങനെ തന്നെ എടുക്കുന്ന ഒരു സംഭവമുണ്ട്. അത് വളരെ ഒരു ബ്ലസ്ഡ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ ഖുർആൻ പറഞ്ഞു നോക്കാലു സെമീന വാത്തനാന്ന് പറയും. അതായത് നമ്മൾ കേട്ടു, എന്താ കേട്ടോ അത് അങ്ങനെ തന്നെ പ്രാവർത്തിയാക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ മുന്നിൽ വരിക എന്ന് പറയുന്നുണ്ട്. അതാണ് അതിന്റെ കാര്യം. നമ്മളെന്താ വെച്ചാൽ നമ്മുടെ മൈൻഡിൽ എന്താ വെച്ചാൽ നമ്മുടെ പഴയ അനുഭവങ്ങളും കാര്യങ്ങളും നമുക്ക് ഉണ്ടായിട്ടുള്ള ട്രോമകളൊക്കെ വെച്ചിട്ട് അത് അങ്ങനെയാണോ ഇതിങ്ങനെയാണോ എന്നൊക്കെ അനലൈസ് ചെയ്ത് പോകുമ്പോഴാണ് പലർക്കും ഈ എനർജിയിലേക്ക് നമുക്ക് കിട്ടാത്തത്. നമുക്ക് ഏറ്റവും ഞാൻ ഈ നമ്മുടെ കൊച്ചി മീറ്റ് വരുന്നതിന് മുമ്പ് ഞാൻ ഒത്തിരി ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് കറക്റ്റ് വർക്കൗട്ട് ആയിട്ടില്ല. പക്ഷെ നമ്മുടെ കൊച്ചിയിലെ മീറ്റ് സാറിന്റെ അന്നത്തെ പ്രോഗ്രാമിന് ഡയറക്റ്റ് നമ്മൾ ലൈവായിട്ട് വന്നതിൽ പിന്നെയാണ്. സാറിന് 4 വർഷമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന സാറിനെ, മറ്റുള്ളവരെയൊക്കെ. എന്നിട്ട് നമുക്കിത് വർക്കൗട്ട് അതിന്റെ കൃത്യമായിട്ട് അതിന്റെ ടൂൾസ് കിട്ടിയിട്ടില്ലായിരുന്നു. നമ്മുടെ ഡയറക്റ്റ് ലൈവായിട്ട് ആ മീറ്റ് എത്തിയ പിന്നെയാണ്, അതിനുവേണ്ടി തന്നെ ഞാൻ വന്നതും അതിന്റെ ടൂൾസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതിൽ പിന്നെയാണ് നമുക്കിങ്ങനെ ഇത് വർക്കൗട്ട് ആയത്. അത് 1 മാസം കഴിഞ്ഞു. 1 മാസം നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്തപ്പോൾ നമുക്കത് ഇങ്ങനെ ഒരു അനുഭവങ്ങൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതാണ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയാ, അത് ചെയ്യാനുള്ള വലിയ മനസ്സ്, അല്ലെങ്കിൽ അത് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് അതിൽ കിട്ടണം. അപ്പൊ ആ ടൂള് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ടൂള് കിട്ടി, ടൂള് കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തു, റിസൾട്ട് വന്നു. സോ യു ആർ സ്റ്റാർട്ടിങ് ടു ഫീൽ ലൈക്ക് ഇൻറ്റ്യൂഷൻ ഫീൽ ചെയ്യാൻ തുടങ്ങി. ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് പ്രത്യേകിച്ച് ഫീൽ ചെയ്യാറുണ്ടോ? നമുക്ക് നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ ചെറിയ ഈ വെളുത്ത പൊടിപടലങ്ങൾ പോലെ വരുന്നതായിട്ട് അനുഭവം. കാണുന്നില്ല, പ്രൂഫില്ല,
അനുഭവമാണ്. അത് ഇങ്ങനെ ഇങ്ങനെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അതിങ്ങനെ പോകുന്നതായിട്ടാണ്. യാ പലർക്കും പല രൂപത്തിലാണ്. ചിലർക്ക് വെളിച്ചം പോലെ ഫീൽ ചെയ്യും, ചിലർക്ക് എന്താ വെച്ചാൽ ഈ ഒരു ഭാഗത്ത് നിന്ന്, ഇവിടെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വെളിച്ചം ഫീൽ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും. ചിലരെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ ഫുള്ളി ശരീരം മുഴുവൻ ഒരു എനർജി, ഭയങ്കരമായിട്ട് എനർജി ഫീൽ ചെയ്യാം. ഒരു വൈബ്രേഷൻ ഉണ്ട് സാർ, ചെറിയ രീതിയിൽ വൈബ്രേഷൻ ഫീൽ ചെയ്യും. കൈകൾക്കൊക്കെ ഭയങ്കരമായിട്ട് വൈബ്രേഷൻ ഫീൽ ചെയ്യും. കൈകളുടെ ഈ ഭാഗത്ത് ഈ ഭാഗങ്ങളിൽ എന്ന് വെച്ചാൽ നല്ല വൈബ്രേഷൻ ഫീൽ ചെയ്യുന്ന ഒരവസ്ഥ. അങ്ങനെ പല രീതിയിൽ പലർക്കും പല രൂപത്തിൽ എന്ന് വെച്ചാൽ ഫീൽ ചെയ്യാറുണ്ട്. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ജോബ്, ഇൻട്രസ്റ്റിംഗ് തിങ്. ബിന്ദു മാം എവിടെ പോയിരുന്നു? 2 ദിവസം. ഓക്കെ, താങ്ക് യു സോ മച്ച്. എവിടെ പോയിരുന്നു സാർ? ഇതില് ഒരു കാര്യം എനിക്ക് അറിയാനുണ്ടേ. ഓക്കെ, 1 മിനിറ്റ് പറയാം. നമ്മുടെ റഷീദ് സാർ എന്തോ പറയുന്നുണ്ട്, പറഞ്ഞോളൂ. ഇല്ല സാർ, ഇൻഡ്യൂഷൻസിനെ പറ്റിയാണ് സാർ സംസാരിച്ചല്ലോ. അപ്പൊ അതില് ചില കാര്യങ്ങൾ നമ്മൾക്ക് അതിന്റെ ഇന്റർപ്രിട്ടേഷൻസ് ആവശ്യമായിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തത്, പിന്നെ എല്ലാ ഇൻഡ്യൂഷൻസും 100% കറക്റ്റ് ആവുമോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ അതിൽ എറർ വരാൻ സാധ്യത ഉണ്ടാവും. ഓക്കെ, സോ അതെന്താ സംഭവിക്കുന്നത്? നമ്മളുടെ ഉള്ളിൽ ഉള്ള ലോജിക്കൽ മൈൻഡ്. അപ്പോൾ റഷീദ് സാറ് ലോജിക്കൽ മൈൻഡാണ് ഇപ്പൊ ചോദിച്ചത്. എല്ലാ ഇൻഡ്യൂഷൻസും കറക്റ്റാണ്. നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം എല്ലാം കറക്റ്റാണ്, ഒന്നിനും പ്രശ്നമൊന്നുമില്ല. പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാലും നിങ്ങൾ ശരിയായ വഴിയാണ് എന്ന റിയാലിറ്റി നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തത്. അത് ശരിയായ വഴിയല്ല, അത് വേറെ വഴിയാണ്, ഇത് ഈ വഴിയിലൂടെയാണ് ഞാൻ പോകേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്, നമ്മൾ അതിനെ ആ സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടും നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് പേടിയുള്ളത് കൊണ്ടാണ്. നമ്മളുടെ ഉള്ളിൽ എന്താ വെച്ചാൽ നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ചില ധാരണകളുണ്ട്, മുൻധാരണകളുണ്ട്. ഞാനെന്ന് പറയുന്ന വ്യക്തി ജീവിച്ചു, ഞാൻ ആരായി മാറി? ഒരു മകനായി ജനിച്ച് സ്കൂളിൽ പഠിച്ചു, ആ പഠിച്ചതിന് ശേഷം കോളേജിൽ പഠിച്ചു, പിന്നെ ജോലി വാങ്ങിച്ചു, മാരീഡായി, മക്കളായി. ഇങ്ങനെയുള്ള ഈ ജീവിച്ചു പോകുന്ന ഈ ഒരു സംഗതിയിൽ ടിപ്പിക്കൽ ഒരു മലയാളിയുടെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ചില എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ പോണം, ഇതാണ് ശരി, ഇതാണ് നമ്മൾക്ക് കംഫർട്ട്. അതുകൊണ്ടാണ് നമുക്ക് പേടിയില്ലാത്ത നമ്മുടെ കംഫർട്ട് സോൺ ഇതാണ്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പൊ നമുക്കൊരു തോന്നൽ വന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്നതല്ലാത്ത വേറൊരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾക്കും പ്രയാസം, ഉണ്ടാകുമോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ ഇതൊന്നും ഇങ്ങനെ കറക്റ്റായിട്ട് നടക്കില്ല, അപ്പൊ അതുകൊണ്ട് മറ്റത് ശരിയല്ല, ആ തോന്നൽ ശരിയല്ല എന്ന തോന്നലിലേക്ക് നമ്മൾ എത്തുന്നു. ക്ലിയർ ആണോ? അപ്പൊ അങ്ങനെ ഒരു തോന്നൽ ശരിക്കും എന്താ വെച്ചാൽ അത് ശരിയല്ലാതിരിക്കുന്നില്ല, അത് തെറ്റായൊരു തോന്നലൊന്നും അല്ല, അത് അതിൻ്റെതായ ഒരു ശരിയുണ്ട്, അതിൻ്റെതായ ഒരു ശരിയുണ്ട്. അപ്പൊ എല്ലാ ചിന്തകളും ശരിയാണോ എന്ന് ചോദിച്ചാൽ എല്ലാ ചിന്തകളും നമുക്ക് നമ്മുടെ ലൈഫിനെ, നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫിന് പറ്റിയതാണോ എന്നുള്ളത് വേറെ. നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നോ നമ്മൾ പ്രിഫർ ചെയ്യുന്ന കുറെ ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ പ്രിഫർ ചെയ്യുന്നതിന് പറ്റിയതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് പോകേണ്ടത് ഇതിലൂടെയാണ്, ഇങ്ങനെ ഇതിന് പറ്റിയതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരിക്കില്ല. അപ്പൊ അത് വേണമെങ്കിൽ നമ്മൾ അനലിറ്റിക്കൽ മൈൻഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? അതിനാണ് പറയുക ഇൻഡ്യൂഷൻസ്, ടേൺ ദ ഇൻഡ്യൂഷൻസ് ഇൻ ടു ഐഡിയാസ്. ആൻഡ് ആ ഐഡിയാസിനെ നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ ലൈഫിലേക്ക് ആ ഇൻഡ്യൂഷൻസിനെ എന്ന് വെച്ചാൽ ഇന്റൻഷനാലിറ്റി ടൂൾ അവിടെയാണ്. ഇന്റൻഷനാലിറ്റി ടൂള് നമ്മൾ പഠിച്ചതാണ് അല്ലെ? അപ്പൊ നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ ഇൻറ്റ്യൂഷനിൽ നിന്ന് നമുക്കൊരു തോന്നൽ ഉണ്ടാകുന്നു, ആ തോന്നലിനെ ഒരു കുറച്ചുകൂടെ വ്യക്തത വരുത്തുന്നതാണ് ഇന്റൻഷൻ, അതാക്കി മാറ്റുന്നത്. അതിനൊരു ഉദ്ദേശം, ഒരു ആക്ഷൻ പ്ലാനിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ അവിടെ എന്തായി? ഒരു ഉദ്ദേശശുദ്ധിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യും. അപ്പൊ ആ ഇന്റൻഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ലോങ് ടേമിൽ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒരു ലൈഫ് എന്താണ്, ആ വിഷൻ എന്താണ്? അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് പറ്റിയാണോ വേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം? ഇന്റൻഷനാലിറ്റി ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വർക്ക് ചെയ്യാൻ ശ്രമിക്കാം. അതിനാണ് നമ്മൾ അനലിറ്റിക്കൽ മൈൻഡ് കൂടെ തന്നത്. പക്ഷെ എല്ലാ വഴികളും നല്ല വഴികൾ തന്നെയാണ്, ഒന്നിനും മോശമൊന്നുമില്ല. എല്ലാ തോന്നലുകളും നല്ല തോന്നലുകൾ തന്നെയാണ്, അതിന് മോശം സംഗതികളൊന്നുമില്ല. അപ്പൊ എല്ലാം എന്നതിനർത്ഥം നമുക്ക് വരുന്ന ഡാർക്ക് ഡിസയേഴ്സിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ആ തോന്നലുകളല്ല, ഡാർക്ക് ഡിസയറുകളെ കുറിച്ചല്ല.
അല്ലെങ്കിൽ വെറുപ്പിൽ നിന്ന് വരുന്ന ഡിസയറുകളെ കുറിച്ചല്ല, പെയിനിൽ നിന്ന് വരുന്ന ഡിസയറുകളെ കുറിച്ചല്ല, ആ തോന്നലുകളെ കുറിച്ചല്ല. അതല്ലാത്ത വളരെ കാമായിരിക്കുന്ന നമ്മളുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ഇൻസ്പിറേഷൻസ് ഉണ്ട്. ശാന്തമായ മനസ്സിൽ നിന്ന്, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ശാന്തമായ ആ അവസ്ഥയിൽ നിന്ന് വരുന്ന തോന്നലുകളുണ്ട്. അതായത് ഉൾവിളി എന്ന് പറയുന്ന തോന്നലുകൾ, അതാണ് ഇൻറ്റ്യൂഷൻ. ഞാൻ ഇങ്ങനെ പോകണം, ഞാൻ ഇന്നത് ചെയ്യണം, ഇതാണ് അതിൻ്റെ ശരി, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ പോകേണ്ടത് എന്നുള്ള ചില ഉൾവിളികൾ ഉണ്ടാകും. അതിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള സംഗതികളാണ് ചില നല്ല ഐഡിയാസ്. അത് നമുക്കറിയാം, അതിൻ്റെ നേച്ചർ പോസിറ്റീവ് ആയിരിക്കുക, നല്ല ഉദ്ദേശത്തിൽ നിന്ന് വരിക, ശാന്തമായ മനസ്സിൽ നിന്ന് വരിക. അപ്പോഴാണ് അതെന്താ വെച്ചാൽ നല്ല തോന്നലാകുന്നത്. അതല്ലാതെ തോന്നുന്നത് പേടിയിൽ നിന്ന് വരുന്നത്, ഇൻസെക്യൂരിറ്റിയിൽ നിന്ന് വരുന്നത്, അതൊക്കെ ഇമോഷൻസിൽ നിന്ന് തോന്നുന്ന ചില സംഗതികളാണ്. അതിൻ്റെ ഔട്ട്കമാണ്. അതല്ല നമ്മളിവിടെ സംസാരിക്കുന്നത്. അത് തെറ്റാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിനെ നമ്മൾ എന്താ വെച്ചാൽ ഇന്റൻഷൻ വിത്ത് എന്താ പറയുക കോണ്ടന്റ് എന്ന് പറയുന്ന ഒരു ഫൈറ്റ് ഉണ്ട്. നമ്മുടെ ഉദ്ദേശവും നമുക്ക് തോന്നുന്ന തോന്നലുകളും വേർതിരിച്ചെടുക്കുക. ഉദ്ദേശത്തിലേക്ക് നമ്മൾ കറക്റ്റ് വലിയ ലക്ഷ്യത്തിലേക്ക് കറക്റ്റ് ആയിട്ടുള്ളതാണോ എന്നുള്ളത് വേർതിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്റൻഷനാലിറ്റി ടൂൾ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. അത് ഇതിനു മുൻപ് നമ്മുടെ ബിസിനസ് പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള റഷീദ് അത് വ്യക്തമായിട്ട് അത് അറിയാം. ഓക്കെ, അപ്പൊ ഇന്ന് മാം പറഞ്ഞോളൂ, എവിടെയാണ്, എന്താണ് വിശേഷം? താങ്ക് യു സാർ. സാർ അന്വേഷിക്കാറുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം 5ാമത്തെ ക്ലാസ് കേട്ടിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കാരണം അതിൽ പേഴ്സണൽ വാല്യൂസ് ഇല്ലേ, മീനിങ് ഫുൾ ആയിട്ടുള്ള ജീവൻ നയിക്കാൻ വേണ്ടി, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ഇന്നലെ കണ്ടത്. എവിടെ പോയി? ഞാനോ? 2 ദിവസം എന്താണ്, എന്തെങ്കിലും അസുഖം, എന്തെങ്കിലും ബുദ്ധിമുട്ട്, എന്തെങ്കിലും പ്രയാസം നേരിട്ടതാണോ, അതുപോലെ ഒരു മടുപ്പ് വന്നതാണോ? ബി ഹോണസ്റ്റ്. ഭർത്താവിന് സുഖമല്ലാതെ, അതുകൊണ്ടാ. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾ എന്തായാലും തിരിച്ചു വന്നാൽ താങ്ക് യു സോ മച്ച്. ഹാപ്പി ടു സീ യു. EFT ചെയ്ത് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറേശ്ശെ മെല്ലെ. ഓക്കെ, വെരി ഗുഡ്. EFT ചെയ്തിട്ടോ? ഞാൻ ഇവര് വീണപ്പോ തീരെ പറ്റില്ല. അപ്പൊ ഞാൻ ഇരുന്നിട്ട് ഇങ്ങനെ EFT ഇങ്ങനെ ചെയ്തു. അപ്പൊ അവരെന്നോട് ചോദിച്ചു, നീ എന്താ ഉറുക്കം മന്ത്രിക്കുന്നുണ്ടോന്ന് ചോദിച്ചോട്. ഞാനിങ്ങനെ EFT ചെയ്തോണ്ടിരിക്കുന്നു. ഒരു 80 കിലോ വെയിറ്റ് ഉള്ള ഒരാളാണ് വീണിട്ട് പറ്റുന്നത്. അപ്പൊ നല്ലോണം പറ്റില്ലോ രാത്രി. അപ്പൊ അലോപ്പതി ചികിത്സ വേറെ നടക്കുന്നുണ്ട്. പക്ഷെ എഴുന്നേൽക്കോ ഇല്ലയോ എന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം നട്ടിൽ എന്തെങ്കിലും പറ്റിയാൽ എഴുന്നേൽക്കാൻ ഭയങ്കര പാടല്ലേ. ഭാഗ്യത്തിന് നട്ടിലൊന്നും പറ്റിയില്ല. സ്വന്തമായിട്ട് ഇപ്പൊ 2 ദിവസമായിട്ട് മെല്ലെ ഒന്നെണീറ്റ് നടക്കുന്നുണ്ട്. ഇതുവരെ നമ്മൾ സപ്പോർട്ട് വേണ്ടിയിരുന്നു. എങ്കിലും ഞാൻ EFT ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. ഈ കരോട്ട ജമ്പ് മാത്രമാണെങ്കിലും ചെയ്തോണ്ടിരിക്കും. ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പ്രാർത്ഥന അല്ലേ, ആൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഏറ്റവും കുറച്ചുകൂടി റിസൾട്ട് ഉണ്ടാവും. ആളുടെ കൈ പിടിച്ചിട്ട് ഈ പോയിന്റിൽ നിങ്ങൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ആള് ചെയ്യണ്ട, കയ്യിൽ ടാപ്പ് ചെയ്യാൻ. ഈ ഓരോ പോയിന്റിലും ടാപ്പ് ചെയ്യാൻ. ഇവിടെ ചെയ്യണ്ട, ഈ പറഞ്ഞ ചെസ്റ്റിന്റെ ഇവിടെ വരെ ചെയ്യണം. സാറേ, അവർക്ക് വിശ്വാസം വേണ്ടേ? അവർക്ക് വിശ്വാസം വേണ്ട. വേണ്ടല്ലേ? അവർക്ക് വേണ്ട, അവർക്ക് വിശ്വാസം വേണ്ട. അവർക്ക് ഞാൻ ചെയ്തു തന്നോളാം എന്ന് പറഞ്ഞാൽ മതി. ബാക്കി നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, നിങ്ങൾ അവിടെ ഇരുന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതി. ഒരു സ്നേഹത്തിന്റെ ടച്ചിൽ ചെയ്തു കൊടുത്താൽ മതി. ഒരു സ്നേഹത്തിൽ അപ്രോച്ച് ചെയ്യാം കേട്ടോ. എനിക്ക് അവിടെ എന്ന് പറഞ്ഞിട്ട് ചെയ്യരുത്. ജസ്റ്റ് നാളെ സ്നേഹത്തിൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയാ ആ ഒരു കെയറിംഗ്. ഇവിടെ ഈ ഭാഗം ചെയ്യണ്ട, അണ്ടർ ദ ആംസ് ചെയ്യണ്ട, റിബ്സും ചെയ്യണ്ട, ബാക്കിയൊക്കെ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ. വളരെ സോഫ്റ്റ് ആയിട്ട് ടച്ച് ചെയ്യാം കേട്ടോ. അവർക്ക് ബുദ്ധിമുട്ട്, അവർക്ക് ഇഷ്ടമില്ലാതെ ചെയ്യരുത്. അവർക്ക് ഇഷ്ടമില്ലാതെ, അതായത് നീ ഒന്ന് പോയേ എന്നൊക്കെ പറഞ്ഞല്ല, നമ്മൾ സോഫ്റ്റ് ആയിട്ട് ഒന്നുമില്ല, ഇതൊരു മസാജ് പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ അങ്ങനെ ഇരുന്നിട്ട് ചെയ്യിച്ചാൽ മതി കേട്ടോ. ഒരു സ്നേഹം നിങ്ങൾ നന്നായിട്ട് ചെയ്യാൻ പോകുന്നതിന് മുൻപേ ഒന്ന് ഇരുന്നിട്ട് നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മനസ്സിൽ നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് എന്താ വെച്ചാൽ അദ്ദേഹത്തെ ഒന്ന് കാണുക. സ്നേഹത്തിൽ കണ്ടിട്ട് എന്താ വെച്ചാൽ നിങ്ങളിൽ നിന്ന് ഒരു സ്നേഹത്തിന്റെ എനർജി അത് അവരിലേക്ക്, നിങ്ങളുടെ ആ സെൽഫ് ലവിൽ നിന്നുള്ള ഒരു എനർജി അവരിലേക്ക് ഇങ്ങനെ ബ്ലസ് ചെയ്യുക. എന്നിട്ട് അവരോട് പറയും, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക അവരുടെ മനസ്സിൽ വിചാരിച്ചിട്ട്. അതായത് നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമാണ്, എനിക്കൊരു കൂട്ടാണ്, എൻ്റെ ഒരു സുഹൃത്താണ്, എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്, താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു നല്ല ഒരു ബന്ധം മനസ്സിൽ ആദ്യം ബിൽഡ് ചെയ്തെടുക്കും. മനസ്സിലായോ? എന്നിട്ട് അവരിലേക്ക് നിങ്ങളിൽ നിന്ന് ആ ഒരു സ്നേഹത്തിന്റെ എനർജി പോകുന്നതും അത് അവരെ ബ്ലസ് ചെയ്യുന്നത്, അത് ശരിക്കും അവരെ അനുഗ്രഹിക്കുന്നതായിട്ടും, അത് അവരുടെ ശരീരം, ആ ഒരു ശരീരം മുഴുവൻ മൂടുന്നതായിട്ട്, അവരിപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെ അവരെ മുഴുവനായിട്ട് ആ ഒരു സ്നേഹത്തിന്റെ എനർജി ഇങ്ങനെ മൂടുന്നതായിട്ടും
അവരോട് ജസ്റ്റ് വിഷ്വലൈസ് ചെയ്തതിനു ശേഷം അവർക്ക് നന്നായിട്ട് നന്ദി ഫീൽ ചെയ്യുക. നന്ദി ഫീൽ ചെയ്തിട്ട് എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഓരോ കാര്യത്തിനും നന്ദി ഫീൽ ചെയ്യുക. താങ്ക് യു സോ മച്ച്, ഒരുപാട് നന്ദി ഫീൽ ചെയ്യുക. എന്നിട്ട് ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, മെല്ലെ സ്നേഹത്തോട് അപ്പം നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭയങ്കര സ്നേഹമായിരിക്കും നിങ്ങൾക്ക് അവരോട്. ആ ഒരു സ്നേഹത്തിന്റെ എനർജിയിൽ നിന്ന് അവരോട് എന്ന് വെച്ചാൽ അപ്രോച്ച് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യുക, ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർ ചിലപ്പോൾ ചൂടായാലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടല്ലോ, നിങ്ങളെ ബാധിക്കില്ല, സാരമില്ല. നമ്മളവർ പുഞ്ചിരിച്ചിട്ട് നല്ല രീതിയിൽ അവരോട് എന്താ വെച്ചാൽ അതിങ്ങനെ ടാപ്പ്, ഞാനൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തിന്റെ ഭാഷയിൽ എന്ന് വെച്ചാൽ സംസാരിച്ച് നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ രീതി ഉണ്ടാവുക, ആ രീതിയിൽ സംസാരിച്ചിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഭയങ്കരമായിട്ട് എന്താ വെച്ചാൽ അയാൾ ഇപ്പം പറഞ്ഞില്ല വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞില്ലേ, സ്നേഹം പൊതിഞ്ഞത് കൊടുത്തു കഴിഞ്ഞാൽ ഏത് കഴിക്കാത്തവനും കഴിക്കും. അതിന്റെ റിയാലിറ്റി ഏത് കഴിക്കാത്തവനും കഴിക്കും. സ്നേഹം കാരണം ഈ പറഞ്ഞിരിക്കുന്ന നമ്മളെല്ലാവരുടെയും പ്രശ്നം, നമ്മളെല്ലാവരും തേടുന്നത് സ്നേഹമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും സംഭവിച്ചത് ട്രോമയാണ്. നമ്മുടെയൊക്കെ അധികം എന്ന് വെച്ചാൽ ഫാമിലിയിൽ ലൈഫിൽ എന്ന് വെച്ചാൽ സ്നേഹത്തിൽ പൊതിഞ്ഞു കൊടുക്കാൻ മാത്രം ക്ഷമ നമുക്കില്ല. ക്ഷമ ഇല്ലാത്തതിന്റെ കാരണം നമ്മളിൽ ട്രോമ അനുഭവിച്ച് നമുക്ക് എന്താ വെച്ചാൽ നമ്മളിത് ഹീൽ ചെയ്യാതെ ആ പെയിനും ക്യാരി ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ട്രോമ പെട്ടെന്ന് ട്രിഗർ ആയിട്ട് ആ സ്നേഹത്തിന് പുതിയൊക്കെ വലിച്ചെറിഞ്ഞിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പൊ അതിന് പകരം വെച്ചാൽ സ്നേഹത്തിന്റെ ആ ഒരു ഇതിൽ നമ്മൾ ചെന്നിട്ട് അത് ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും പിന്നെ എല്ലാവരും 2 വയസ്സ് കുട്ടിയാണ് ആ സ്നേഹത്തിൽ. അപ്പൊ അതിനെങ്ങനെ പുറത്ത് എത്ര 80 വയസ്സായെങ്കിലും അത് പിന്നെ 2 വയസ്സുള്ള കുട്ടിയായി മാറും. അതിന്റെ മനസ്സിലെന്ന് വെച്ചാൽ അതിന്റെ എനർജി ബോഡിയെ നമ്മൾ എന്താ വെച്ചാൽ ഹീൽ ചെയ്യാൻ തുടങ്ങും. ആ ഒരു സോൾ നമ്മൾ ടച്ച് ചെയ്യും, സ്നേഹത്തിലേക്ക്, മനസ്സിലേക്ക്, ആത്മാവിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ പിന്നെ അതൊരു ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്യും. അത് നന്നായിട്ട് ഹഗ് ചെയ്യുക, നന്നായിട്ട് സ്നേഹിക്കുക, നന്നായിട്ട് കെട്ടിപ്പിടിക്കുക, നന്നായിട്ട് ചുംബിക്കുക, സ്നേഹത്തോട് കൂടി അതിൽ തന്നെ ഹീൽ കേട്ടോ. പറഞ്ഞോളൂ. അതെന്താ വെച്ചാല് ഞാൻ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും മുമ്പത്തെ ഞാനാണെങ്കിൽ ആകെ ഡൗൺ ആയി പോയേനെ. അപ്പൊ ഞാൻ EFT ചെയ്തോണ്ടും സാറിന്റെ ഒരു വേക്കൂടെ അങ്ങനെ ഒരു സഞ്ചാരം ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പോസിറ്റീവായിട്ട് നിൽക്കാൻ പറ്റിയത്. അപ്പൊ നമ്മള് എന്ത് വന്നാലും നമുക്കത് ഏത് പ്രതിസന്ധി ആണെങ്കിലും നമുക്കത് താങ്ങാനുള്ളൊരു എന്താ പറയുക ഒരു മൈൻഡ് പവർ കൂടുതൽ കിട്ടിയിരുന്നല്ല. പക്ഷെ ആദ്യത്തെ പോലെ തളർന്ന് അങ്ങോട്ട് വീണിട്ട് അയ്യോ ഇനിയൊന്നും പറ്റൂലോ ആ രീതിയിലേക്ക് പോവാതെ നമുക്ക് എന്ത് വന്നാലും നിൽക്കാനുള്ള ഒരു ടൂള് പോലെ സാറിന്റെ EFT ആണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ സാറിനൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വന്നത്. ഞാൻ രാവിലെ തിരക്കിലാണ്, പിന്നെ അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ട്. എങ്കിലും ഞാൻ സാറിന് കാണാനും ഒന്ന് ഒത്തിരി നേരം ഒന്ന് ഇരിക്കാനും വേണ്ടി വന്നതാണ്. താങ്ക് യു സോ മച്ച്. എന്തായാലും ഗോ ബാക്ക് പോകുന്നതിന് മുൻപ് ആളടുത്തേക്ക് എല്ലാ ദിവസവും ഇത് എല്ലാവർക്കും വേണ്ടിയിട്ട് പറയട്ടോ, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ അടുത്തേക്ക് നിങ്ങൾ പോകുന്നതിന് മുൻപ്, ബെഡിൽ നിന്ന് എണീക്കുന്നതിന് മുൻപ് ആദ്യം നിങ്ങൾ നിങ്ങളുടെ ബെഡിനെ ബ്ലെസ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തുകൊണ്ട് ഒരു സ്നേഹത്തോടു കൂടി സ്നേഹത്തിൽ പൊതിഞ്ഞ് ഒരു എനർജി അങ്ങോട്ട് സെൻഡ് ചെയ്യുക എന്തിലേക്കും. അപ്പൊ അങ്ങനെ ഒരു ബ്ലെസ്സിങ്, ആ ബ്ലെസ്സിങ് എന്ന് വെച്ചാൽ ജീവിത പങ്കാളിക്കും കൂടെ കൊടുക്കുക, നിങ്ങളുടെ മക്കൾക്കും കൊടുക്കുക. അപ്പൊ നിങ്ങൾ നിങ്ങളിപ്പോ ഒരു എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത്. ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ അടുത്തേക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ ആ റൂമിലേക്ക് ഓരോ രാത്രിയും അവരുടെ കൂടെ റൂമിലേക്ക് നിങ്ങൾ ബെഡിലേക്ക് കിടക്കാൻ പോകുന്ന സമയത്ത് കുറച്ചു നേരം കണ്ണടച്ചിരുന്നിട്ട് അവരെ ഒന്ന് സ്നേഹിച്ച് സ്നേഹത്തോട് കൂടിയിട്ട് മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് നിങ്ങൾ സ്നേഹത്തിൽ പൊതിഞ്ഞുകൊണ്ടൊന്ന് ചെന്ന് നോക്കൂ. നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവില്ല, പരാതി ഉണ്ടാവില്ല, വിഷമങ്ങൾ ഉണ്ടാവില്ല. സ്നേഹത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുള്ള ഒരാളായിട്ട് അവരെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു അനുകമ്പയോടുകൂടി, ദയോടുകൂടി, സ്നേഹത്തോടു കൂടി അപ്രോച്ച് ചെയ്യുമ്പോൾ എവറിത്തിങ് വിൽ ചേഞ്ചസ്. സാർ, ഈ എനർജി നമ്മൾ കൊടുക്കുന്ന ഈ ഇതുണ്ടല്ലോ, അത് നമ്മൾക്ക് പല സമയത്തും ഈ എനർജി കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവുമല്ലോ. എഴുന്നേൽക്കുമ്പോൾ മാത്രമല്ല, നമ്മളുടെ മറ്റുള്ള സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നല്ല എനർജി വേവ് കിട്ടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും. അപ്പൊ തന്നെ അത് നമ്മൾക്ക് മുമ്പിലുള്ളവർക്കോ അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ടവർക്കോ ഒക്കെ കൊടുക്കുന്നത് നമ്മൾ ഒരു ശീലമാക്കുന്നതല്ല. തീർച്ചയായിട്ടും. അതായത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നല്ല എനർജിയാണ് കൊടുക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ എനർജി കൊടുക്കുന്ന സമയത്ത് ഈ എനർജി കൊടുത്തതിന് ശേഷം ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് കട്ട് ചെയ്യുക കേട്ടോ. ഞാൻ ഈ പറഞ്ഞതുപോലെ ബ്ലസ് ചെയ്യുന്ന ജസ്റ്റ് എന്ന് വെച്ചാൽ കട്ട് ചെയ്യാം. അപ്പം എനർജി കട്ട് എന്ന് പറയും. അപ്പൊ ബിന്ദു മാം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ ആള് ടാപ്പ് ചെയ്ത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് കട്ട് ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കണക്ഷൻ കട്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ആ കണക്ഷൻ എനർജി കോഡ് തമ്മിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന പറയാം. എനർജി കോഡ് തമ്മിൽ കണക്റ്റഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴെങ്കിലും ബാഡ് എനർജി ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ബാഡ് എനർജി ചിലപ്പോൾ നമ്മളിലേക്ക് വരും. അവരുടെ എനർജി നമ്മൾ പിക്കപ്പ് ചെയ്യും. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് കട്ട് ദ കോഡ് എനർജി. ഓക്കെ, എനർജി കോഡ് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് കട്ട് ചെയ്യും.
അപ്പൊ അങ്ങനെ കട്ട് ചെയ്യും. അത് ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഓട്ടോമാറ്റിക്കലി അത് നമ്മളുടെ ഉള്ളിലുള്ള വിഷ്വലൈസേഷൻ പ്ലസ് ഈ ഒരു പ്രോസസ് കൂടെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ന് വെച്ചാൽ റിസൾട്ടിലേക്ക് വരും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസ്കഷനൊക്കെ ജസ്റ്റ് ചോദിച്ചോളൂ. ആരാണ്? ആസിയ. ആസിയ പറഞ്ഞോളൂ. സർ, ഈ ഗോളിന്റെ കാര്യം കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് കേട്ടായിരുന്നു. നമ്മുടെ ഒരു ലക്ഷ്യം നമ്മൾ കണ്ടെത്തുന്നതിന് മുന്നേ ആ ലക്ഷ്യത്തിൽ എത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ആദ്യം എഴുതി വെക്കണം എന്നൊക്കെയുള്ള ഒരു ക്ലാസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ എഴുതി വെക്കാനൊന്നും കണ്ടെത്താനൊന്നും അങ്ങനൊന്നും ഒരു മൈൻഡിൽ കിട്ടുന്നില്ല സർ. ഞാൻ അതിൽ കുറെ എക്സാമ്പിൾസ് പറഞ്ഞിരുന്നല്ലോ, അതൊന്നുമില്ലേ? എന്താണ് നിങ്ങൾക്ക് കുടുംബമില്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, കുടുംബമില്ലേ? ഉണ്ട്. ആ കുടുംബത്തിന് ഒരു ബെറ്റർ ലൈഫ് വേണ്ടേ? അതൊരു കാരണല്ലേ എന്റെ കുടുംബത്തിന് അതൊരു ഫീൽ ചെയ്യാതെ അത് ഫീൽ ചെയ്യാത്തതിന്റെ കാരണം വേറെ കുറെ നെഗറ്റീവ് എനർജി ഒരുപാട് കാലം ഫീൽ ചെയ്ത് ഇതൊക്കെ വറ്റിപ്പോയിട്ടുണ്ട്. അതെ, ഇതിപ്പോ അങ്ങനെ ഇപ്പൊ എഴുതിയാൽ ഇപ്പൊ കിട്ടുമോ, ഇതിപ്പോ മതി അങ്ങനൊക്കെ ഒരു തോന്നൽ. അതെ, അതൊരു ഒരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥ. അപ്പൊ അതെന്ന് വെച്ചാൽ പ്രതീക്ഷ, ഞാൻ പറഞ്ഞല്ലോ, ഇസ്മായിൽഖാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ. ഞാൻ പറയുന്നത് എന്താന്നുള്ളത് അങ്ങോട്ട് കേട്ടാൽ മതി, ജസ്റ്റ് അങ്ങ് ചെയ്യും. അല്ലാതെ എനിക്ക് ഫീൽ ചെയ്യില്ല, എനിക്ക് എന്താ ഫീൽ ചെയ്യാത്തതുകൊണ്ട് ഇത് നടക്കുവോ, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ അങ്ങനൊന്നും പറയിടാവണ്ട, കൂടുതൽ ചിന്തിക്കൊന്നും വേണ്ട കേട്ടോ. ചില സമയത്ത് നല്ല എനർജി തോന്നാറുണ്ട്. അപ്പൊ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും ചെയ്യാനൊക്കെ. നമ്മൾ ചെയ്യുന്ന വർക്ക് ചെറുതായിട്ട് ഓൺലൈനിൽ ചെയ്യുന്നതാണ് വർക്ക്. അപ്പൊ ചില സമയത്ത് ഭയങ്കര ഡൗൺ ആയിരിക്കും. ഇതൊക്കെ ചെയ്യണല്ലോ, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണല്ലോ ഒക്കെ ഉള്ളൊരു തോന്നൽ. നമ്മുടെ എന്താ വെച്ചാൽ നമ്മുടെ മൈൻഡ് അത്രയും പെയിനിലൂടെ കടന്നുപോയി ഒരുപാട് മോശം ശീലങ്ങൾ പിക്കപ്പ് ചെയ്തിട്ട്. അത് നിങ്ങളുടെ തെറ്റല്ല. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ, നിങ്ങളുടെ കംഫർട്ട് സോൺ ആവാം, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളാവാം, നിങ്ങൾ അനുഭവിച്ച ട്രോമകൾ കൊണ്ടാവാം, പെയിനുകൾ കൊണ്ടാവാം, പരാജയങ്ങൾ കൊണ്ടാകാം വന്നിട്ടുള്ള ഒരു സംഗതിയാണ്. അത് നിങ്ങളുടെ ഉദ്ദേശം പക്ഷെ നല്ലതാണ്. നിങ്ങളുടെ എനർജി ബോഡി, അതായത് യഥാർത്ഥ നിങ്ങൾ നല്ല സ്നേഹമുള്ള, നല്ല ഉദ്ദേശമുള്ള, നല്ല ആഗ്രഹമുള്ള ആളാണ്. അതിലേക്ക് ഒരുപാട് മാലിന്യങ്ങളും ഒരുപാട് തെറ്റായ സംഗതികളും നിങ്ങളുടെ ഒരുപാട് ഷാഡോ നിങ്ങളിലേക്ക് കയറി വന്നു. നിങ്ങളിലേക്ക് എന്ന് വെച്ചാൽ കുറേ ദുശ്ശീലങ്ങളെ പോലെ, അല്ലെങ്കിൽ അത് നമ്മൾക്കൊരു പാറ്റേൺ ആയിട്ട് മാറി, ക്യാരക്ടറായിട്ട് മാറി നമ്മളുടെ കൂടെ കൂടിയിട്ടുണ്ട്. അത് നമ്മൾ അനുഭവിച്ച വേദനകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നുമാണ് ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളുമാണ് ഇതിന്റെ തുടക്കം. മനസ്സിലാവുന്നുണ്ടോ? അതിനാണ് പറയുക ട്രോമ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വെച്ചാൽ പ്രോഗ്രാമിലേക്ക് വരാൻ പറയുന്നത്. EFT നമ്മളുടെ ഓൺലൈൻ ബാച്ചിലേക്ക് വന്നോളൂ, ഈ പ്രശ്നം നിങ്ങൾക്ക് ഫുള്ളായിട്ട് പരിഹരിക്കാം. ആഗ്രഹം ഉണ്ടെങ്കിൽ വിഷ്വലൈസ് ചെയ്യൂ. ആ പ്രോഗ്രാമിൽ ഇരിക്കുന്നതായിട്ടും ക്ലാസ്സിൽ ഇരിക്കുന്നതായിട്ടും ഓൺലൈൻ ക്ലാസ്സിൽ 30 ദിവസത്തെ പ്രോഗ്രാമിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്തോളൂ. ഈ വരുന്ന ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യും. അപ്പൊ അതിനു വേണ്ടി ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കേൾക്കുന്നില്ലേ? 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ. ഞാനൊരു കാര്യം പറയല്ലേ. അമൃത, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ. പറയിടാവണ്ട, സമയമുണ്ട് കേട്ടോ. ഇതൊന്ന് പൂർത്തിയാക്കട്ടെ കേട്ടോ. ശരി, നിങ്ങൾ പറയുന്നത് ഇപ്പോഴാണ് നമ്മൾ കേട്ടത്, ഇതുവരെ കേട്ടിട്ടില്ല. നിങ്ങൾ ഇപ്പോഴാണ് വെയിറ്റ് ചെയ്തത്. ഒന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ. ഇതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. അപ്പം രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, അപ്പോൾ നിങ്ങളെന്ന് വെച്ചാൽ പ്രോഗ്രാമിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക, പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എത്തുക. അപ്പൊ ഇരുന്ന് കണ്ണടച്ചിട്ട് എന്ത് കാണുക. പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട ഇതൊക്കെ നടക്കുമോ, അല്ലെങ്കിൽ ചെയ്യണ്ടേ, ഇത് ഇത്രയും ചെയ്യണ്ടേ. വറീഡ് ആവണ്ട, നമുക്ക് രക്ഷപ്പെടണ്ടേ. അതായത് ഇപ്പൊ ഒരു ഡേറ്റില് വേണം. ഇപ്പൊ നമുക്കൊരു ഡേറ്റിൽ ചെയ്ത് തീർക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ആർക്കെങ്കിലും കൊടുക്കാനൊക്കെ ഉള്ളതോ എന്തെങ്കിലും ഒരു ഡേറ്റ് ഇങ്ങനെ അടുത്ത് വരുന്നാന്ന് വിചാരിക്കും. അപ്പൊ ഇങ്ങനെ പേടി കൂടി വരികയാണ്. അതിനുവേണ്ടി എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്താൻ നോക്കുന്നതിന് പകരം എങ്ങനെ ചെയ്യും, ഇത് എന്താവും ഇങ്ങനൊക്കെ ഒരു ചിന്ത ചില സമയത്ത്. അതെ, EFT ടൂളുള്ള ആൾക്കാർക്ക് അതാണ് ഏറ്റവും. കാരണം EFT ടൂളിൽ എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ആ അവസ്ഥ ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ ടൂള് സാർ പറയാറുണ്ടല്ലോ, ഏതൊരു പ്രോസസ്സിങ്ങും അത് നടക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് ഏറ്റവും ആദ്യം വേണ്ടത് എന്ന് സാർ പറയാറുണ്ടല്ലോ. എങ്ങനെയായാലും ഇത് നടന്നോളും എന്നുള്ള. EFT ഞാൻ ചെയ്യാറുണ്ട്, എന്നാലും ഒരു ഇതാണ്. അതെ, അതാണ് ഞാൻ പറയുന്ന ആ അവയർനെസിന്റെ കുറവാണ്. EFT ചെയ്യാറുണ്ട്, എന്നാലും അത് പൂർണ്ണമായിട്ട് ആരും ഇതിലേക്ക് വന്നിട്ടില്ല. അപ്പൊ അതിലേക്ക് നിങ്ങൾ വരൂ, ഹീലിംഗ് പ്രോപ്പറായിട്ട് നടക്കും. അസിയ വീട് എവിടെ സ്ഥലം? കണ്ണൂരാണ്. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിലേക്ക് എന്താ വെച്ചാൽ നിങ്ങളൊന്ന് ശരിക്കും വന്നിട്ട് അതിലേക്ക് വന്നിട്ട് ആ ഹീലിംഗ് തുടർന്നു കൊണ്ടേയിരിക്കുക.
ഹീലിംഗ് തുടർന്ന് പ്രതീക്ഷ വിടാതെ നഷ്ടപ്പെടാതെ സംഗതികൾ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ആ അവയർനെസ് ഡെവലപ്പായി അത് ക്ലിയർ ആയിട്ട് നിങ്ങളിലേക്ക് എത്തും. വറീഡ് ആവണ്ട, വിഷമിക്കേണ്ട കേട്ടോ. ഓക്കെ സർ. ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ പോയേ പറ്റൂ, വേറെ വഴിയില്ല. നമ്മുടെ മൈൻഡ് കൊണ്ട് ഇനി ചിന്തിക്കരുത്. എന്ത് ഇനിയിപ്പോ ചിലപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, നിങ്ങളുടെ മൈൻഡ് കൊണ്ട് ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചു പോകുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കരുത്, വിശ്വസിക്കണം. എന്നാൽ പോലും എപ്പോഴും നിങ്ങൾക്ക് ഞാനൊരു മാജിക് വേർഡ് പറഞ്ഞുതരാം. ഇത്രേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ. എനിക്കിങ്ങനെ വിഷമം വരുന്നു, ഇറ്റ്സ് ഓക്കെ. എനിക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദാറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. സാരമില്ല, എല്ലാം റെഡിയാകും. ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് വറി. അതൊരു സൈഡിലൂടെ നടത്തിക്കൊണ്ടിരിക്കുക. ഹീലിംഗ് ഒരു സൈഡിലൂടെ ചെയ്യുക. എന്നിട്ട് എന്താ വെച്ചാൽ നിങ്ങളുടെ എനർജി ചേഞ്ച് ചെയ്തിട്ട് നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക, റിസൾട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ. അതായത് ഇത് നിങ്ങൾക്ക് മാത്രമല്ല ഫീൽ ചെയ്യുന്നത്, മനസ്സിലാക്കുന്നുണ്ടോ? അപ്പൊ ഇത് ഒരുപാട് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്താ വെച്ചാൽ തിരിച്ചു പിടിച്ചേ പറ്റും. നമ്മൾ തിരിച്ചു പിടിക്കും. നിങ്ങളുടെ ഉള്ളിൽ ആ ഉദ്ദേശം ഉണ്ടല്ലോ, അങ്ങനെ ഒരു വാക്ക് കൊടുക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ മൈൻഡ് വല്ലാണ്ട് നിങ്ങളെ എതിർക്കുന്ന സാഹചര്യമൊക്കെ വരും ചിലപ്പോ. അതും നാച്ചുറൽ ആണ്. ഇറ്റ്സ് ഓക്കെ ടു ഫീൽ ദാറ്റ്. അത് ഫീൽ ചെയ്യുന്നത് ദാറ്റ്സ് ഓക്കെ, സാരമില്ല. അങ്ങനെയൊക്കെ ഫീലിംഗ് ഉണ്ടാകും. ഇറ്റ്സ് ഓക്കെ. ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ ഡെയിലി എഴുതാറുണ്ട്. ചില സമയത്ത് ഒരു എന്താ പറയാ പുറകോട്ടൊരു വലിക്കലാണ്. ഇതിനെന്താ കുഴപ്പം? ഒരു 1-2 ദിവസം കട്ടായി പോയി, എന്താ കുഴപ്പം? എന്തിനാ വിഷമിക്കണേ? അതിൽ വിഷമിക്കുന്നത് കൊണ്ടാണ് കൂടുതൽ നിങ്ങൾ അകന്നു പോകുന്നത്, കൂടുതൽ തളരുന്നത്. അപ്പോഴാണ്. വിഷമിക്കാതിരിക്കൂ. എന്ത് സംഭവിച്ചാലും ഇറ്റ്സ് ഓക്കെ. ചെയ്യാൻ പറ്റുന്നില്ല, ഇറ്റ്സ് ഓക്കെ. അതും നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ തൊട്ടടുത്ത നിമിഷം എന്തെങ്കിലും ചെയ്യാൻ തോന്നൂ. അതിന് പകരം എനിക്ക് ഇങ്ങനെ തോന്നിയല്ലോ എന്നുള്ള സെൽഫ് ബ്ലെയിം, കുറ്റപ്പെടുത്തൽ, അതല്ലേ നിങ്ങളിപ്പോ ചെയ്യുന്നത്. അത് നിർത്തൂ. സെൽഫ് ബ്ലെയിം നിർത്തൂ. പറയൂ ഇറ്റ്സ് ഓക്കെ, സാരമില്ല. സ്നേഹിക്കൂ, സ്വയം സ്നേഹിക്കൂ. സെൽഫ് ലവിന്റെ കുറവാണ്. മനസ്സിലായോ? മനസ്സിലായി സർ. മനസ്സിലായി എന്ന് പറഞ്ഞാൽ 2 അർത്ഥത്തിൽ ഉദ്ദേശിക്കാം. ഇതൊക്കെ ഞാൻ കേട്ടതാണ്, മനസ്സിലായിട്ടുണ്ട്. അത് അങ്ങനെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്യാ? അല്ല, എനിക്ക് ശരിക്കും മനസ്സിലായി. ഞാൻ ഒരു വണ്ടത്തരമാണ് ഇത്രയും കാലം ചെയ്തത്. ഞാൻ സെൽഫ് ലവ് ശരിക്കും അറിയാന്ന് പറയണ്ട. അറിയില്ല. സമ്മതിക്കൂ. അങ്ങനെ അനുസരിക്കൂ. അറിയില്ല എന്നറിയാം. അതെ, അറിയില്ല. എനിക്കറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ അറിവ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. തിരിച്ചറിവോടുകൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള അറിവ് ഇതിലേക്ക് വരും. എനിക്ക് കുറെ മിസ്റ്റേക്സുകൾ പറ്റുന്നു, അഡ്മിറ്റ് ചെയ്യൂ. ഞാനിങ്ങനെ എന്താ പറയുക, എനിക്ക് ആ ഒരു തിരിച്ചറിവ്, അവയർനെസ് എനിക്ക് ഇല്ലാതെയായി പോകുന്നു. ഇതൊക്കെയാണെങ്കിലും ഇറ്റ്സ് ഓക്കെ, സാരമില്ല. കുറ്റബോധം തോന്നാതെ അതിനെ ഇറ്റ്സ് ഓക്കെ എന്ന് പറയാം. അതെ, ഇറ്റ്സ് ഓക്കെ എന്ന് പറയാം കേട്ടോ. കുറ്റബോധം തോന്നേണ്ട ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ വേണ്ടത്, നമ്മൾ വീക്കാവും, നമ്മൾ കൂടുതൽ അകന്ന പോലെ എപ്പോഴാണ് നമുക്ക് തീരെ ചെയ്യാൻ കഴിയാതാണ്. കാരണം എന്താണ്? നമ്മൾ വീക്കായി പോകും, മെന്റലി തളർന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ അതിൽ നിന്ന് വീണ്ടും അകന്നു പോയി തീരെ പയ്യാതാവും. അതാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. സോ സെൽഫ് ലവിന്റെ കുറവാണ് കേട്ടോ. ഇനി പറയരുത്, ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ അപ്പൊ പിന്നെയും തോന്നരുത് ഇത് എത്രയും ചെയ്യണം. ലൈഫിൽ മാറ്റം ഉണ്ടാവണമെങ്കിൽ ചെയ്യണം, വേറെ വഴിയില്ല. അതൊക്കെ നടക്കും. പിന്നെ വറിയാവുന്നത് നിർത്തൂ. പിന്നെ ഇടയ്ക്ക് വറി വരും, ദാറ്റ്സ് ആൾസോ ഓക്കെ. ഞാൻ പറയാണ്, വറിയാവുന്നത് നിർത്തൂ എന്ന് നിങ്ങളോട് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഓക്കെ, നിങ്ങൾ നിർത്താൻ തീരുമാനിച്ചു, ഇനി ഞാൻ വറിയാവില്ല. 2 ദിവസം കഴിഞ്ഞ് വറി വന്നു. അപ്പൊ എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് ആലോചിച്ചു, ഞാൻ പിന്നെ വറിയായല്ലോ എന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് വറിയാവുക. അതൊന്നും വേണ്ട. വറി വന്നാലും കുഴപ്പമില്ല, വറി ആയാലും കുഴപ്പമില്ല, എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ടാക്കിൾ ചെയ്ത് പോവാം. കാരണം വറി ഇല്ലാത്ത ലൈഫില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്റെ ലൈഫിൽ വറിയില്ല. ഈ ക്ലാസ് പഠിപ്പിക്കുന്ന ഞാൻ വറിയിടാവും. അപ്പൊ ഞാൻ എന്നോട് പറയും ഇറ്റ്സ് ഓക്കെ. വറി ആകുന്നതല്ല കുഴപ്പം, അതിൽ നിന്ന് നമ്മൾ എത്ര പെട്ടെന്ന് പുറത്ത് കിടക്കുന്നു എന്നുള്ളതാണ് കാര്യം. നമ്മൾ അതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അതിനുള്ള ടൂളാണ് വീണ്ടും വറിയാണെന്ന് ആലോചിച്ച് വീണ്ടും അടുത്ത ഇതിലേക്ക് പോകുന്നതിന് പകരം അതിൽ നിന്ന് പുറത്തേക്ക് വരിക. അതെങ്ങനെയാണ്? ഇറ്റ്സ് ഓക്കെ. വറി വരുന്നതും ഓക്കെയാണ്. ഇടയ്ക്ക് ഡൗൺ ആകുന്നു, ദാറ്റ്സ് ഓക്കെ.
സാരമില്ല, ഞാൻ ഒരുപാട് ഇതിലൂടെ കടന്നുപോയ ആളല്ലേ. ഇന്ന് രാവിലെ എന്നിട്ട് ഒരുപാട് ജേണൽ എഴുതി അതിനെ ഇത് അതെ, അപ്പൊ അതിനെ നമ്മുടെ ഉള്ളിലുള്ള ഫോഴ്സ് ചെയ്യരുത് കേട്ടോ, അല്ലാണ്ട് ഫോഴ്സ് ചെയ്തിട്ടല്ല അത് ചെയ്യുക. ഫോഴ്സ് റെസിസ്റ്റൻസ് ആണ്. അതായത് എഴുതണം, ലോ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം, എഴുതാം, അങ്ങനെയല്ല. ഇതൊരു ഫ്ലോയിലൂടെ, ഒരു എൻജോയ്മെന്റിലൂടെ, നല്ല രീതിയിലൂടെ നടക്കേണ്ടതാണ്, ഒരു ഇഷ്ടത്തോടുകൂടി. അപ്പൊ എനിക്ക് ഇഷ്ടമില്ലല്ലോ, ഇറ്റ്സ് ഓക്കെ, ടേക്ക് യുവർ ബ്രേക്ക്. ഇഷ്ടം ഇറ്റ്സ് ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് ഇറ്റ്സ് ഓക്കെ കൊടുത്ത്, സ്നേഹം കൊടുത്ത്, സ്വയം സ്നേഹിച്ചാൽ എല്ലാത്തിനെയും സ്നേഹിക്കാൻ കഴിയും. ഈ എഴുത്തിനെയും സ്നേഹിക്കാൻ കഴിയും, ഗ്രാറ്റിറ്റ്യൂഡിനെയും സ്നേഹിക്കാൻ കഴിയും, എല്ലാ പ്രാക്ടീസുകളെയും സ്നേഹിക്കാൻ കഴിയും. നമ്മളെ സ്വയം സ്നേഹിച്ചു കഴിഞ്ഞാൽ, സ്വയം സ്നേഹിച്ചാൽ സ്വയം ഉള്ളിൽ സ്നേഹം ഉണ്ടാവുന്നു. ആ ഉള്ള സ്നേഹത്തിൽ നിന്ന്, ഇഷ്ടത്തിൽ നിന്ന്, പ്രണയത്തിൽ നിന്ന് നമ്മൾ ആ ഇഷ്ടം എന്ന് പറയുന്ന എനർജി നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലേക്കും നമ്മൾ തിരിച്ചു വിടുമ്പോൾ, അതിലൂടെ കണക്ട് ചെയ്യുമ്പോൾ അതൊരു ഫ്ലോ ആയി മാറുന്നു. ഒരു വല്ലാത്ത ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സായിട്ട് മാറുന്നു. എല്ലാത്തിൻ്റെയും സോഴ്സ് ലവ് ആണ്, മാജിക് ലവ് ആണ്. ദാറ്റ് ഇസ് എ സീക്രട്ട്. ഓക്കെ, ഇന്നത്തെ സെഷനോട് അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ബ്യൂട്ടിഫുൾ മെസ്സേജ്. നല്ല ക്വസ്റ്റൻ ആട്ടോ നിങ്ങൾ ചോദിച്ചു. ആ ചോദ്യം ചോദിച്ചതിന് ഇനി വറീഡ് ആവണ്ട. ആ ചോദ്യം ചോദിക്കേണ്ടത് ഒരുപാട് ഞാനൊന്ന് അറിയാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. യെസ്, ചോദിച്ചോളൂ. ഐ ആം സോ സോറി. ചോദിച്ചോളൂ, പറഞ്ഞോളൂ. യെസ്, അമൃത. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഒരു മറ്റേ ഇന്ത്യൻ മാർക്കറ്റിലും അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റിൽ ഇൻഡെക്സുകൾ ട്രേഡറാണ്. ഫോറക്സിൽ അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലും ട്രേഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലൊരു പ്രശ്നം വരുന്നത്, ഞാൻ ട്രേഡ് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇമോഷന്, അതുപോലെ തന്നെ നഷ്ടം വരികയാണെങ്കിൽ വെയിറ്റ് ചെയ്യും. ലോസിലാണെങ്കിൽ വെയിറ്റ് ചെയ്യും. അതേ സമയത്ത് പ്രോഫിറ്റ് ആണെങ്കിൽ പെട്ടെന്ന് ആകെ സെറ്റായിട്ട് ഞാൻ പെട്ടെന്ന് അത് പ്രോഫിറ്റ് എടുത്ത് പിന്മാറിക്കും. അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്. അതിനെങ്ങനെ ഹീൽ ചെയ്യണം, അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? ഇമോഷൻസിന്റെ എക്സൈറ്റ്മെന്റിന്റെ പ്രശ്നമാണ്. അപ്പൊ അത് ട്രോമ ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇമ്പൾസീവ് ആയിട്ടുള്ള ബിഹേവിയർ ചെറുതായിട്ടുണ്ട്. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, പെട്ടെന്ന് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണോ, അതിൽ പെട്ടെന്ന് സെല് ചെയ്യുന്നതാണോ? അല്ല, പ്രോഫിറ്റിന് വേണ്ടി കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിന് വെയിറ്റ് ചെയ്യില്ല. അതേ സമയത്ത് ലോസിലാണെങ്കിൽ ലോസ് ആണെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യും. അതേ സമയത്ത് പ്രോഫിറ്റ് ആണെങ്കിൽ പെട്ടെന്ന് എടുത്തിട്ട് പിന്മാറും ചെയ്യും. അങ്ങനെ സ്വഭാവം പേടിയാണ്, നിങ്ങളുടെ ഉള്ളിൽ പേടി കൊണ്ടായിരിക്കും. നിങ്ങൾ എന്തുകൊണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. നിങ്ങൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ സെല്ല് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് നിങ്ങൾ എക്സിറ്റ് ആവുന്നത് എന്നുള്ളത് നിങ്ങൾ ചോദിക്കുക. പേടി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആയിരിക്കും. അപ്പൊ ആ പേടി വരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഇതിലും വലിയൊരു അപകടത്തിൽ ചെന്ന് ചാടുമോ, അല്ലെങ്കിൽ ഇതിലേറെ വലിയ ഇത് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ അവസാനം ലോസ് ആകുമോ? മനസ്സിലാവുന്നുണ്ടോ? ഈ ഫീലിങ്സ് ആയിരിക്കും. അപ്പൊ ആ ഫീലിംഗ്, നിങ്ങൾ ടാക്ടിക് പഠിച്ച ആളാണോ? EFT പഠിച്ചാണോ? EFT ഞാൻ അവിടെ ട്രെയിനിങ്ങിന് വന്നിരുന്നു, വൺ ഡേ ട്രെയിനിങ്. വൺ ഡേ ട്രെയിനിങ്ങിന് വന്നു. അപ്പൊ അതിൽ നിന്ന് പഠിച്ചിട്ടുണ്ടോ? ആ ഹീലിംഗ് പഠിച്ചാണ്, മറ്റേ ഹീലിംഗ് ആൻഡ് ടച്ചിങ് മറ്റേ. അതെ, പഠിച്ചതാണ്. അപ്പൊ നിങ്ങളുടെ ഈ ഫിയർ വെച്ചിട്ട് എന്ത് ചെയ്യാം, ടാപ്പ് ചെയ്യും. ഈ ഫിയർ ഫീൽ ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ ഫിയർ ഉണ്ട്, എന്റെ ഉള്ളിൽ ഫീൽ ചെയ്യുന്ന ഫിയർ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ചെറുപ്പകാലം എങ്ങനെയായിരുന്നു? കൺട്രോൾഡ് പാരന്റിങ് ആയിരുന്നോ? ഭയങ്കരമായിട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു അച്ഛനോ അമ്മയോ ഉണ്ടായിരുന്നോ? അത്ര കൺട്രോൾഡ് അല്ല. നിങ്ങൾക്ക് നന്നായിട്ട് വേദന ആയിരുന്നു. അല്ല, കൺട്രോളൊന്നും ആയിരുന്നില്ല, വലിയ കൺട്രോൾഡ് ആയിരുന്നില്ല. നിങ്ങൾക്ക് ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന എന്തെങ്കിലും വിഷമകരമായ അനുഭവങ്ങളുണ്ടോ? വിഷമം എന്ന് പറയുന്നത് അത് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പ്രത്യേകിച്ചൊരു ഓർമ്മയില്ല, അതാണ് വിഷയം. നിങ്ങൾ എന്താ വെച്ചാൽ ടാപ്പ് ചെയ്തിട്ട് കണ്ണടച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, ടാപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ ടാപ്പ് ചെയ്തിട്ട് കണ്ണടച്ചിരിക്കുക. എന്നിട്ട് ഇങ്ങനെ ചെറുപ്പകാലത്തേക്ക് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പോവുക. പെട്ടെന്ന് എന്തെങ്കിലും ഓർമ്മകൾ വരാം. ആ ഓർമ്മകളിൽ ഏതെങ്കിലും ഇതേപോലെ നെഗറ്റീവ് ആയിട്ടുള്ള വിഷമങ്ങൾ, അതായത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിനോട് ചോദിച്ചിട്ട് അങ്ങനെ അതിങ്ങനെ തരുന്നത് പോലെ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിരുന്നാൽ മതി. അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും ഓർമ്മകൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ആ വരുന്നത് എന്താണോ ആദ്യം വരുന്നത് അതങ്ങ് എടുക്കുക. ഓക്കെ, എതിർത്തെടുത്തെന്ന് വെച്ചാൽ ആ ഇഷ്യൂസ് അത് എടുത്തിട്ട് അതങ്ങനെ വരും. ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വരും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതെടുത്തിട്ട് ഹീൽ ചെയ്യുക കേട്ടോ. ആ ഒരു വിഷമം മസ്തിലൂടെ എടുക്കുക, അതിന്റെ ഇന്റൻസിറ്റി ഫീൽ ചെയ്യുക. എത്രത്തോളം വിഷമം ഉണ്ടായിരുന്നു, ചിലപ്പോൾ പെട്ടെന്ന് അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമത്തിലേക്ക് നിങ്ങൾ പോയിന്ന് വരും, കരച്ചിൽ വന്നു വരും. അതൊക്കെ ഫീൽ ചെയ്തുകൊണ്ട് അതിന്റെ ഇന്റൻസിറ്റി 10-ലുള്ളത് കുറച്ച് കൊണ്ടുവന്ന് ഹീൽ ചെയ്ത് കളയുക കേട്ടോ. ഓക്കെ, അതേപോലെ ഫൈനാൻഷ്യലി നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ
അതിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ പേടിക്കുന്നുണ്ടാവും. ഇതിനു മുൻപ് ഒരു ബിസിനസ് എന്തെങ്കിലും പരാജയപ്പെட എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ബിസിനസ് ഞാൻ ഒരു ഹെഡ് മാഷായിരുന്നു, റിട്ടയർഡ് ആണ്. ബിസിനസ് എനിക്ക് അതിന്റെ ഭാഗമായിട്ട് അന്ന് തന്നെ ഉണ്ടായിരുന്നു, ബിസിനസ് ചെയ്തിരുന്നു. പക്ഷെ അതിന് വലിയ പ്രോഫിറ്റ് ഒന്നും വന്നില്ല. പിന്നെ ഞാൻ ശേഷം കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്തു. അതിന് ശേഷമാണ് പിന്നെ ഈ ഇതിലേക്ക് ട്രേഡിങ്ങിലേക്ക് കടന്നത്. അതെനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ള പരാജയങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഫൈനാൻഷ്യൽ സംഗതികൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നതുണ്ട്. എന്തോ നിങ്ങൾക്ക് നഷ്ടം ഇതിനു മുൻപ് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ പറയില്ലേ, ഒന്നും വിജയിച്ചില്ല, അതാണ് സത്യം. ഒന്നും വിജയിച്ചില്ല. അപ്പൊ ആ പെയിൻ എടുത്തിട്ട് ഹീൽ ചെയ്യും കേട്ടോ. ആ വിഷമം എടുത്തിട്ട് ഹീൽ ചെയ്യും കേട്ടോ. ആ വിഷമം എടുത്തിട്ട് നിങ്ങൾ എന്ന് വെച്ചാൽ ടാപ്പ് ചെയ്തിട്ട് ഹീൽ ചെയ്യും. ഓക്കെ. എനിവേ, പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും EFT കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവർ നമ്മുടെ അടുത്ത ബാച്ചിലേക്ക്, കോഴ്സിലേക്ക് നിങ്ങൾ വരിക, പ്രോഗ്രാമിലേക്ക് വരിക. എന്നിട്ട് എന്താ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച് എവറി വൺ ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. ഇന്നത്തെ സെഷനോട് അവസാനിക്കുന്നു. ഹീലിംഗ് ഉണ്ടെന്ന് നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക്. സോ കം ടു ദ പ്രോഗ്രാം. താങ്ക് യു.